പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ വാത്സല്യമുള്ള സഹോദരങ്ങളെ, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ശക്തമായ ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷ 19ാമത്തെ എപ്പിസോഡാണ്. 19ാമത്തെ ദിനത്തിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കുടുംബങ്ങളിലിരുന്ന്, സമൂഹങ്ങളിലിരുന്ന്, വ്യത്യസ്ത ഇടങ്ങളിലിരുന്ന് ലോകത്തെ പ്രാർത്ഥനയാൽ സ്പർശിക്കുകയാണ്. നമുക്ക് മറ്റൊരു മാർഗമില്ല സഹോദരങ്ങളെ. ഇന്ന് ലോകത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളും തിന്മകളും പാപങ്ങളും ഒക്കെ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തെ ഈ തിന്മയിൽ നിന്ന്, ഈ അതിക്രമങ്ങളിൽ നിന്ന്, ഈ വഞ്ചന നിറഞ്ഞ ആസക്തികളിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ നമുക്ക് ദൈവം തന്ന ഒരു ആയുധമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാത്രി നമുക്ക് ഉണർവോടെ കർത്താവിന്റെ സന്നിധിയിൽ വ്യാപരിക്കണം. നമ്മൾ ഇടംബലം ചലിക്കാതെ കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥന കൊണ്ട് തുടങ്ങിയാൽ ഒരു കാര്യം ഓർക്കുക, നമ്മൾ അർപ്പിക്കുന്ന ഒരു പ്രാർത്ഥന പോലും കാലഹരണപ്പെട്ടു പോവുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഫലമുണ്ട്. അത് വിശ്വാസമാണ്, അത് ബോധ്യമാണ്. ആ അനുഭവത്തിൽ വേണം പ്രാർത്ഥിക്കാൻ. ഒരു ചത്തേ ചതഞ്ഞ് എന്നുള്ള മട്ടിലല്ല, മറിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കണം. ആ ഒരു ബോധ്യത്തിലായിരിക്കണം നമ്മൾ ഇത് ഈ ശുശ്രൂഷയിൽ ഇന്ന് പങ്കെടുക്കേണ്ടത്. അതുകൊണ്ട് അതിനുള്ളൊരു അഭിഷേകം കർത്താവ് നമുക്ക് തരികയാണ്. അപ്പോസ്തല പ്രവർത്തനം 1:8 നമുക്ക് സുപരിചിതമായ വചനമാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പൊ ആത്മാവിന്റെ ശക്തിയാൽ അല്ലാതെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് മാനുഷികമായ രീതിയിൽ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഭീരുത്വത്തിന്റെ ആത്മാവ് ലോകത്തിൽ നടമാടുന്നുണ്ട്. നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, ജീവിതങ്ങളിലുണ്ട്. അതുപോലെ കാപട്യത്തിന്റെ ദുരാത്മാവ് നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ലോകത്ത് നടമാടുന്നുണ്ട്. അവന്റെ തലയെ തകർക്കുന്ന ആയുധമാണ് പ്രാർത്ഥന. അതാണ് നമ്മൾ ഈ 19ാമത്തെ ദിവസത്തിൽ ഇന്ന് ലോകത്തെ സ്പർശിക്കുക എന്ന ഈ ശുശ്രൂഷയിലൂടെ നിറവേറ്റാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഷെക്കൈന ന്യൂസ് ചാനൽ, ടെലിവിഷൻ ചാനൽ വഴി ഇങ്ങനെ ഒരു വലിയ സംഭവം ദൈവം നമുക്ക് തന്നതിന് നന്ദി പറയാൻ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അല്പസമയം പ്രാർത്ഥിച്ച് ശക്തമായ ഒരു അഭിഷേകത്തോടെ വചനത്തിലേക്ക് കയറാനായിട്ട് പരിശ്രമിക്കാം. അപ്പോസ്തല പ്രവർത്തനം 1:8 ഓർക്കുക, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇന്ന് ഈ ശക്തി നിങ്ങളുടെ കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ വെളിപ്പെടുന്നത് നിങ്ങൾ കാണും. നമുക്ക് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി നമ്മുടെ അപ്പൻ പിതാവായ ദൈവം സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തെന്നറിയാമോ? സഭയിലെ ഓരോരുത്തരും മുട്ടുമടക്കി പരിത്യാഗത്തോടെ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ള സ്വർഗത്തിന്റെ ആഗ്രഹം. അതാണ് ഈ ഷെക്കൈന ചാനലിലൂടെ ഇന്ന് സഭ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ഓരോരുത്തരും ഈ രാത്രിയിൽ ശംഖുപൊട്ടി പ്രാർത്ഥിക്കട്ടെ. ആ ഒരു അഭിഷേകം, ഏത് പ്രാർത്ഥനയുടെ അഭിഷേകം, ഓ കൃപയുടെ അഭിഷേകം, മുട്ടുമടക്കുന്ന അഭിഷേകം, പരിത്യാഗത്തിന്റെ അഭിഷേകം, പ്രാർത്ഥനയുടെ ലോകത്തെ നേടി, പാപികളെ നേടി യേശുക്രിസ്തുവിന്റെ സ്വർഗം നിറയ്ക്കുന്ന ഒരു അഭിഷേകം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല 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 ഹല. ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. ഓ ധീരമായി പ്രാർത്ഥിക്കട്ടെ. ആദിമസഭ അപ്പോസ്തല പ്രവർത്തനം 4:28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നില്ലേ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ സമ്മേളിച്ച സ്ഥലം കുലുങ്ങി, അവർ ആത്മാവിൽ നിറഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന. കണ്ണുകളെ അടച്ച്, ഓ കണ്ണുകളെ അടച്ച് കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും സ്തുതിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും അധരങ്ങൾ ചലിക്കട്ടെ. ഇത് ഒരായുധമാണ് പ്രിയപ്പെട്ടവരെ, എടുത്തുപയോഗിക്കുക. ദൈവം നിനക്ക് നൽകിയ ഒരായുധമാണ് പ്രാർത്ഥന, എടുത്തുപയോഗിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഓ റൂഹായേ വരിക. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, ഉണർത്തുക. പരിത്യാഗം എടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുക, അഭിഷേകം ചെയ്യുക. ശക്തിയോടെ പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചു ചേർന്ന് പാടി, മഴ പോലെ പെയ്തിറങ്ങട്ടെ. ഓരോ ആത്മാവിന്റെ മേലും ശക്തിയോടെ
ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ഓരോരുത്തരുടെ മേൽ ഇറങ്ങി വരട്ടെ, പോലെ പെയ്തിറങ്ങി വാ, നന്നായിട്ട് കൈയടിച്ച് പെയ്തിറങ്ങി വാ, പരിശുദ്ധാത്മാവേ, മഴ പോലെ പെയ്തിറങ്ങി വാ, ഹോളി സ്പിരിറ്റ്, മഴ പോലെ പെയ്തിറങ്ങി വാ, പരിശുദ്ധാത്മാവേ, മഴ പോലെ പെയ്തിറങ്ങി വാ, ഹല്ലേലൂയ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, തണുത്തുപോയ ജീവിതങ്ങളെ ചൂട് പിടിപ്പിക്കുക പരിശുദ്ധാത്മാവേ, പോലെ പെയ്തിറങ്ങി വാ, പ്രാർത്ഥനയിൽ മങ്ങിപ്പോയ ജീവിതങ്ങളെ ചൂട് പിടിപ്പിക്കുക പരിശുദ്ധാത്മാവേ, അഗ്നിനാവിനാൽ മുഴുവൻ പരിശുദ്ധാത്മാവേ, പെന്തക്കോസ്തു നാളിലെ മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ച അഗ്നിജ്വാല പോൽ ഇടത്തോട്ട് വലത്തോട്ടൊക്കെ നനങ്ങി സ്വാതന്ത്ര്യത്തോടെ പാടി പ്രാർത്ഥിക്കുക. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റ് പോലെ വീശി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, സ്വർഗത്തിന്റെ അഗ്നി വ്യാപരിക്കുന്നു, ഓരോ ജീവിതങ്ങളിലും വ്യാപരിക്കുന്നു. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. നന്നായിട്ട് കരങ്ങളടിച്ച് പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ ശക്തി കൂടാതെ എനിക്കോ നിങ്ങൾക്കോ ലോകത്തെ ചലിപ്പിക്കാനാവില്ല. ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരായുധമാണ് ആത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുവഴിയാണ് ഇതാ നരകം കാലിയാവുകയും സ്വർഗം നിറയുകയും ചെയ്യുന്നത്. വലിയൊരു ആയുധം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അത് പ്രാർത്ഥനയുടെ ആയുധമാണ്. അതിന്റെ ശക്തി പരിശുദ്ധാത്മാവാണ്. അതിന് പ്രചോദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അതിന് അഭിഷേകം നൽകുന്ന ആത്മാവാണ്. കരങ്ങൾ ഉയർത്തി വിളിച്ച് യേശുവേ, ഹല 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 ഹല, പരിശുദ്ധാത്മാവേ, 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 അഗ്നിയായി ഇറങ്ങുക, ശക്തിയായി നിറയുക, അഭിഷേകമായി വ്യാപരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും നമ്മുടെ ശിരസിലേക്കൊന്ന് വെക്കുക. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവ് തുറക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കണം. ലോകത്തിന്റെ അവസ്ഥ മനസ്സിലാക്കണം. ആത്മാവാണ് ആ വെളിപാട് നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് ആ ബോധ്യം തരുന്നത്. കുറെ ഭക്ഷണം കഴിച്ച് കുറെ സുഖസൗകര്യങ്ങൾ ആസ്വദിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല. ആത്മാവിനാൽ നിറഞ്ഞ് ദൈവഗീതം മനസ്സിലാക്കി ലോകത്തെ പ്രാർത്ഥനയാൽ സ്പർശിച്ച് ആത്മാക്കളെ കൊയ്തെടുക്കേണ്ട മക്കളാണ് ഞാനും നിങ്ങളും എന്നോർക്കുക പ്രിയപ്പെട്ടവരെ. രണ്ട് കാലങ്ങൾ ശിരസിലേക്ക് വെച്ച് അടുത്ത് നിൽക്കുന്ന 1-10 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ എല്ലാവരും ചേർന്ന് ഭാഷാവരത്തിലും അല്ലാതെയും ഒന്ന് ശക്തമായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോരാ, കുറച്ചുകൂടെ തീക്ഷണമായി, കുറച്ചുകൂടെ ആഗ്രഹത്തോടെ, കുറച്ചുകൂടെ തീക്ഷണതയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, വിശുദ്ധരെ, മാലാഖമാരെ, ഈ ദൈവജനം മുഴുവനും അഭിഷേകം പ്രാപിക്കാൻ സ്വർഗത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കണമേ. യേശുവേ ആരാധന, 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 ആരാധന. ഒരു പുത്തൻ അഭിഷേകം വ്യാപരിക്കുന്നു. ഉറകെട്ടു പോയതിനെ ഉറകൂട്ടുന്ന അഭിഷേകം, മങ്ങിപ്പോയതിനെ കത്തിക്കുന്ന അഭിഷേകം, കെട്ടുപോയതിനെ കത്തിക്കുന്ന അഭിഷേകം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ഒന്ന് ചേർന്ന് പാടിക്കേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ. Thank you Jesus, thank you Lord, thank you Holy Spirit.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. കർത്താവിൽ വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഓരോ വിശ്വാസിയും ഓരോ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെയും ജീവിതത്തിൽ കർത്താവ് ശക്തമായൊരു ആയുധം വെച്ച് തന്നിട്ടുണ്ട്. ഈ ആയുധം എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ സഭയെ, നമ്മുടെ ലോകത്തെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇന്ന് സാത്താൻ ഇതുപോലെ പല തെറ്റായ ബോധ്യങ്ങളും അവിശ്വാസ ചിന്തകളും തെറ്റായ പാപത്തിൻ്റെ വഴികളിലൂടെ നയിച്ച് നമ്മുടെ നാശത്തിൻ്റെ വഴിയിലെത്തിക്കുന്നത്, ആത്മനാശത്തിൻ്റെ വഴിയിലെത്തിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾക്ക് ദൈവം നൽകിയ, എൻ്റെയും നിങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച, തിരുസഭയെ ദൈവം ഏൽപ്പിച്ച ആ വലിയ ആയുധം എടുത്തുപയോഗിക്കുന്നില്ലെങ്കിൽ ശത്രുവാണ് നമുക്കെതിരെ ജയിക്കുന്നത്, നമ്മളല്ല. ആയുധം വെറുതെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടിരുന്നാൽ ശത്രു നമുക്കെതിരെ വിജയം വരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹത്തായ ഒരു കാര്യമാണ് ഈ ചാനലിലൂടെ കർത്താവ് ഇന്ന് ലോകത്തിന് നൽകുന്നത്. പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക. ഒരുപക്ഷെ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളുണ്ട്, ഒരുപക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത വ്യക്തികളുണ്ട്, വലിയ വലിയ ആളുകളുണ്ട്. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടതാണ്. ഈ ആയുധം ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റുന്ന, മതിൽ കെട്ടി തടയാൻ പറ്റുന്ന ഒരു ആയുധമല്ല, മറിച്ച് എവിടേക്കും ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഒരു ആയുധമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മിസൈൽ വിട്ടാൽ ചിലപ്പോൾ നമുക്ക് തടഞ്ഞു നിർത്താൻ, ഒരു വെടിയുണ്ട ചിലപ്പോൾ തടഞ്ഞു നിർത്താൻ പറ്റും. എന്നാൽ അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. എന്നാൽ പ്രാർത്ഥന എന്ന ആയുധത്തെ ലോകത്തിൽ ഇന്നുവരെ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റിയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ആർക്കെതിരെയാണ് ഈ ആയുധം ഉപയോഗിക്കുന്നത്? സാത്താൻ തൻ്റെ ഇഷ്ടനിർവഹണത്തിനു വേണ്ടി, സാത്താൻ തൻ്റെ ഇഷ്ടനിർവഹണത്തിനു വേണ്ടി, അവൻ്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി നിത്യ നരകാഗ്നിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ, ദൈവ മക്കളെ, ലോകത്തിലെ മക്കളെ കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന കെണി, ആ കെണിയിൽ വീണ് കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ വീണ്ടെടുക്കാൻ, അവൻ്റെ കെണിയെ നശിപ്പിക്കാൻ, അവൻ്റെ തന്ത്രങ്ങളെ ഇല്ലാതാക്കി തീർക്കാൻ ദൈവം തന്ന ആയുധമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പൂർവികർ, നമ്മുടെ രക്തസാക്ഷികൾ, വിശുദ്ധാത്മാക്കൾ, പുണ്യാത്മാക്കൾ ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ആയുധം ഈ പ്രാർത്ഥനയാണ്. അത് നമ്മൾ മറക്കരുത്. സഭയുടെ ചരിത്രം അതാണ്. കണ്ണുനീരോടും വിലാപത്തോടും പരിത്യാഗത്തോടും കൂടെ ദൈവസന്നിധിയിൽ വ്യാപരിച്ച നമ്മുടെ പൂർവികർ നമുക്ക് മാതൃകയായിട്ടുണ്ട് സഹോദരങ്ങളെ. എന്നാൽ സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, ലോകത്തുള്ള ആസക്തി, ലോകത്തുള്ള മൈത്രി, ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് കയറിയപ്പോൾ സംഭവിച്ചതെന്നറിയാമോ? നമുക്ക് ആ ഒരു പരിത്യാഗത്തിൻ്റെ അരൂപി നഷ്ടപ്പെട്ടു. എല്ലാവർക്കും അല്ല, ഞാൻ കാടടച്ചു വെടിവെക്കുകയല്ല. പ്രിയപ്പെട്ടവരെ, സുഖലോലുപത ഒരു പരിധി വരെ സാത്താൻ്റെ ഒരു ആയുധമാണ്. എന്നെയും നിങ്ങളെയും യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള സാത്താൻ്റെ ആയുധം മറക്കരുത്. മർക്കോസ് 9:29, ഗോസ്പൽ ഓഫ് സെന്റ് മാർക്ക് ചാപ്റ്റർ 9:29. അവിടെ എന്താ പറയണമെന്നറിയാമോ? പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഒന്ന് മനസ്സിലാക്ക്. യേശുക്രിസ്തു ഇത് പറയുന്ന പശ്ചാത്തലം എന്താണെന്നറിയാമോ? അതായത് പിശാചു ബാധിച്ച ഒരു ബാലൻ, അവനെ പലപ്പോഴും തീയിലും വെള്ളത്തിലൊക്കെ വീഴ്ത്തി കൊല്ലാൻ തുടങ്ങി. അവനെ ശിഷ്യന്മാർ പഠിച്ച പണി 18 നോക്കിയിട്ടും ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശുക്രിസ്തു പ്രാർത്ഥനയാൽ അവൻ്റെ ആ കുട്ടിയുടെ മേലുള്ള പിശാചിനെ ഒഴിവാക്കി. എന്നിട്ട് യേശുക്രിസ്തു തനിച്ചായപ്പോൾ അപ്പോസ്തലന്മാർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ ബഹിഷ്കരിക്കാൻ പറ്റാതെ പോയത്? അതിൻ്റെ മറുപടിയാണ് യേശു പറഞ്ഞത്, മക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് എനിക്കും നിങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടിയുള്ള ദൂതാണ്. എന്താ അത്? മക്കളെ, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. അപ്പം ആത്മാക്കളെ കൊയ്തെടുക്കാൻ സാത്താൻ തന്ത്രവുമായി വരുമ്പോൾ അവൻ്റെ നടുവൊടിച്ച് ദൈവജനത്തെ
ദൈവത്തിനു വേണ്ടി നേടിയെടുക്കാൻ, ലോകത്തിലെ മക്കളെ ലോകാരൂപിയിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് നേടാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ഒരു ലക്ഷ്യത്തിനാണ് പ്രിയപ്പെട്ടവർ. ആയുധമാണത് പ്രാർത്ഥന. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പ്രാർത്ഥന കൊണ്ടല്ലാതെ ലോകത്തെ അല്ലെങ്കിൽ പിശാചിനെ, ജഡാരൂപിയെ, ലോകാരൂപിയെ തകർക്കാൻ പറ്റില്ല, നശിപ്പിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, സാത്താൻ കൗശലപൂർവം എന്നെയും നിങ്ങളെയും വഞ്ചിച്ചു. എന്താണെന്നറിയാമോ? എന്തിനാ ഇത്ര പരിത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്നത്? ഇത്ര മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ത്യാഗമെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഉപവാസം എടുക്കേണ്ട ആവശ്യമുണ്ടോ? നിരന്തരം പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ എല്ലാം ഇങ്ങനെയൊക്കെ പോകും, എത്ര പ്രാർത്ഥിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന ചിന്ത ഈ ലോകാരൂപിയിലുള്ള മനുഷ്യരുടെ ഉള്ളിൽ സാത്താൻ കുത്തി നിറച്ചു. എന്നിട്ട് ക്രമേണ നമ്മുടെ ജീവിതത്തെ പ്രാർത്ഥനയിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ ഒരുപാട് മഹത് വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ പരിത്യാഗത്തിന് വലിയ വില നൽകി. ഇന്ന് നമ്മൾ സുഖലോലുപതയ്ക്കല്ലേ സഹോദരങ്ങളെ മൂല്യം കൽപ്പിച്ചിരിക്കുന്നത്? അല്ലേ? അല്പനേരം മുട്ടുകുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ രോഗം വരുമ്പോൾ ഒരു ആത്മീയ ദൂത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വിശ്വാസിക്ക്, ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു വിശ്വാസിക്ക് ദൈവം ഒരു ചെറിയ ശാരീരിക വേദന, ഒരു രോഗം, ഒരു തകർച്ച ഒക്കെ അനുവദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? പെട്ടെന്ന് ഡോക്ടറെ കണ്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാനല്ല, മറിച്ച് ആ വേദന യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ വേദനയോട് ചേർത്ത് സഹിച്ച് ലോകത്തിൽ പാപികളെ മാനസാന്തരത്തിനുവേണ്ടി കാഴ്ചവെക്കാൻ കർത്താവ് ഒരാഴ്ചത്തേക്ക്, ഒരു മാസത്തേക്ക്, ഒരു വർഷത്തേക്ക് ചില വേദനകൾ അനുവദിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അത് മനസ്സിലാക്കാതെ പോണത്? ദൈവത്തിന് ലക്ഷ്യമുണ്ട്. തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ ജീവിതത്തിൽ, കുടുംബത്തിൽ ഓരോരോ കാര്യം ദൈവം അനുവദിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ കിടക്കുന്ന ആത്മീയ ദൂത് മനസ്സിലാക്കാതെ നമ്മൾ വെറും ഭൗതിക മനുഷ്യരായി ജീവിക്കരുത് സഹോദരങ്ങളെ. അപ്പോൾ സാത്താൻ ജയിക്കും, സഭ പരാജയപ്പെടും, ആത്മാക്കൾ നശിക്കും, ഭീരുത്വവാദികളും കപടവാദികളും ഉയർത്തെഴുന്നേൽക്കും. അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി രാവും പകലും നിലവിളിച്ച് പരിത്യാഗത്തോടെ യേശു ക്രിസ്തുവിന്റെ പീഡാസഹനത്തോട് ചേർത്ത് നമ്മുടെ വേദനകളെ കാഴ്ചവെച്ച് ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ആത്മാക്കളെ കൊയ്തെടുക്കേണ്ട വ്യക്തികളാണ് ഞാനും നിങ്ങളും എന്ന സത്യം മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കണം. നമ്മുടെ തളർന്ന കൈകളും കാൽമുട്ടുകളും ബലം പ്രാപിക്കണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ സാത്താൻ്റെ കുടില തന്ത്രങ്ങൾ പരാജയപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം അത് വളരും. അനേകം ആത്മാക്കളെ കൊയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്കത് പറ്റും പ്രിയപ്പെട്ടവരെ. നമുക്ക് സാധിക്കാത്തത് ബോധ്യത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ തലത്തിലെ കുറവുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ പിന്നോട്ട് പോകരുത്, ഒരു മനുഷ്യനും പിന്നോട്ടടിക്കരുത്. ദൈവമാണ് നമ്മുടെ ശക്തി. ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഹല്ലേലൂയ. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും പറ്റാത്തതൊന്ന് ദൈവം പറഞ്ഞിട്ടില്ല, എനിക്കും നിങ്ങൾക്കും സാധിക്കാത്തതൊന്ന് ദൈവം കൽപ്പിച്ചിട്ടില്ല. നമുക്ക് പറ്റും. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണം. കുറേ വർഷങ്ങൾക്ക് മുൻപ്, അന്ന് ഞാൻ കുട്ടികൾക്ക് ധ്യാനം നടത്തുന്ന കാലമാണ്, ഒരു സ്കൂളിൽ പോയി. എൻ്റെ സഹോദരങ്ങളെ, ആ സ്കൂളിൻ്റെ പ്രത്യേകത അതൊരു പെൺകുട്ടികളുടെ മാത്രം സ്കൂളാണ്, പെൺകുട്ടികളുടെ സ്കൂളാണ്. ആ സ്കൂളിൽ ധ്യാനം നടത്തിയിട്ട് 3 ദിവസമായിട്ടും ആ കുട്ടികൾ ഒരു വിധത്തിലും മാനസാന്തരത്തിലേക്ക് വരുന്നില്ല. നമുക്കറിയാവുന്ന വചനങ്ങളും നമുക്കറിയാവുന്ന കാര്യങ്ങളും പല വിധത്തിൽ ഗാനമായിട്ടും പാട്ടായിട്ടും പ്രാർത്ഥനയായിട്ടും പല വിധത്തിൽ സ്റ്റേജിൽ നിന്ന് ചെയ്തു. പക്ഷേ ഈ കുട്ടികൾ ഒരു മാനസാന്തരത്തിൻ്റെ, ഒരു മറിയലിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ ടീമിലുള്ള ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. അവിടെ ആ സ്കൂളിൻ്റെ മുറ്റത്ത് കുറേ ചരളുകല്ലുകൾ ഇട്ടിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഞങ്ങൾ ഏക മനസ്സോടെ ആ ചരളുകളിൽ മുട്ടുകുത്തി ജപമാല ചൊല്ലി കരയാൻ ആരംഭിച്ചു. ഇന്നും ഓർക്കുകയാണത്, വർഷങ്ങൾക്ക് മുമ്പാണ്, ഇന്നും ഓർക്കുകയാണ്. ചരളുകല്ലിൽ മുട്ടുകുത്തി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി. വിലാപങ്ങളുടെ പുസ്തകം 2:18-19 പറയുന്നത് പോലെ രാത്രിയുടെ യാമങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ടീം ഒരുമിച്ച് നിലവിളിക്കാൻ ആരംഭിച്ചു.
അത്ഭുതമെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്താണെന്നറിയാമോ? പിറ്റേ ദിവസത്തെ ധ്യാനം സ്റ്റേജിലേക്ക് കയറി പ്രാർത്ഥന ആരംഭിച്ചു, ഗാനശുശ്രൂഷ ആരംഭിച്ചു, വചനം പറയാൻ ആരംഭിച്ചു. എൻ്റെ സഹോദരങ്ങളെ, കുട്ടികൾ വാവിട്ട് കരയാൻ ആരംഭിച്ചു. ആഴമായ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ആ ദൈവമക്കളെ കർത്താവ് കൈപിടിച്ചു നടത്തി. തലേ ദിവസം ടീം ഒരുമിച്ച് പരിത്യാഗത്തോടെ ദൈവസന്നിധിയിൽ ചെലവഴിച്ച സമയം ഇത് മറക്കരുത്. അതുകൊണ്ട് ഈ രാത്രിയല്ല, ഈ 40 ദിവസവും അത് കഴിഞ്ഞും നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് ഈ വിധത്തിലുള്ള പ്രാർത്ഥനയിലായിരിക്കണം. ഇത്രയും കാര്യം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണം. 2 കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ ദൈവമക്കളെ, ഈ ഒരു അഭിഷേകം ഒരു പ്രാർത്ഥനയും കാലഹരണപ്പെട്ടു പോവില്ല. ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഫലം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന അതേ പാപി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു പാപിയിലേക്ക് ആ പ്രാർത്ഥനയെ തിരിച്ചുവിടാൻ ദൈവത്തിന് കഴിയുമെന്ന് സിസ്റ്റർ ഫൗസ്റ്റീനയുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദാനം വിശ്വസിക്കുക. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കട്ടെ കർത്താവേ. ഓരോ ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ കർത്താവേ. ഓരോ കുടുംബങ്ങളിലും വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. അതിനെക്കുറിച്ച് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് കർത്താവ് കൊടുത്ത ഒരു സന്ദേശം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. വിശുദ്ധ ഫൗസ്റ്റീന ഡയറി കുറിപ്പിൽ ഇങ്ങനെ പറയാണ്: ഒരു പാപിക്ക് വേണ്ടിയുള്ള അപേക്ഷ ഒരിക്കലും വൃഥാ ആവില്ല. നിങ്ങൾ ആ ബോർഡിലേക്ക് നോക്കി ഒന്ന് വായിച്ചു നോക്കുക. ഈശോയെ, ഒരു പാപിക്ക് വേണ്ടിയുള്ള അപേക്ഷ ഒരിക്കലും വൃഥാ ആവുകയില്ല. ഒരു ഭാഗത്ത് അത് ആരുടെയെങ്കിലും പാപത്തിന് പകരമായ പരിഹാരമായി തീരുന്നു. അതോടുകൂടി തന്നെ വേറൊരു ഭാഗത്ത് ആ പാപിയുടെ അല്ലെങ്കിൽ വേറൊരാൾക്ക് കരുണ ലഭിക്കുന്നതിന് അതിടയാക്കുന്നു. നീതിമാനായിരിക്കുന്ന ഒരുവന് അനേകം പാപികളുടെ ദ്രോഹങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. നീതിമാന്റെ പ്രാർത്ഥന സ്വർഗത്തെ തുളച്ചു കയറും. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ തളർന്ന കൈകളെയും കാൽമുട്ടുകളെയും ബലപ്പെടുത്തേണ്ട സമയമാണ്. തുടർന്ന് നമ്മൾ ഏതാനും ചില വചനങ്ങൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. പ്രഭാഷന്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. പ്രഭാഷന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്: ഭീരുത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസ കരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ശ്രദ്ധിച്ചേ, ഭീരുത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കാപഠ്യം നിറഞ്ഞ ജീവിതങ്ങൾക്കും പാപികൾക്കും അനർത്ഥമാണ്, കഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നെന്താണ് ലോകത്തിൻ്റെ സ്ഥിതി? ഒരുപാട് പേര് ഇന്ന് ഭീരുക്കളായി തീരുകയാണ്. ഭീരുത്വം ഒരു പാപമാണ്. ഭീരുത്വം അവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കപട ഹൃദയർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭീരുത്വം ഇന്ന് വലിയൊരു തിന്മയാണ്. ഭീരുക്കൾ ദൈവരാജ്യം അവകാശമാക്കില്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ശുശ്രൂഷകനാണ്, ഞാനൊരു കത്തോലിക്കാണ്, ഐ എം എ ക്രിസ്ത്യൻ, ഐ എം എ കാത്തലിക്, ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറയാൻ ഭീരുത്വം നിന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ഓർക്കുക: നീ ദൈവരാജ്യത്തിൽ അകലെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ളവരെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്താനല്ല ഞാൻ ഈ വചനം പറഞ്ഞത്, ഞാൻ ഈ സന്ദേശം പറഞ്ഞത്. എന്തിനെന്നറിയാമോ? ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം ഓർക്കുക. സ്വർഗത്തിനു വേണ്ടി അവരെ നേടാൻ നമുക്ക് സാധിക്കും, നിങ്ങൾക്ക് സാധിക്കും. ഹല്ലേലൂയ. ചിത്രം പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആയുധം ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ആയുധം കർത്താവ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഒരിക്കലും ഒരു സഹോദരൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ഒരു രാജ്യത്ത് ചെന്നപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനിയാണ് എന്ന് പറയാൻ ലജ്ജിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം കാപട്യം ഉള്ളിൽ കുടികൊള്ളുന്നു. എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ പ്രത്യേകത ഞാൻ വെളിപ്പെടുത്താൻ ലജ്ജിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ അനുയായികളായി മാറുന്നത്, ക്രിസ്തുവിനുള്ളവരായി മാറുന്നത്? അത് വലിയ തിന്മയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതുപോലെ ഭീരുത്വത്തിൽ ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ട്. കാപട്യത്തിൽ നിറഞ്ഞ് ജീവിക്കുന്നവർ ഇന്ന് ഭൂമിയിലുണ്ട്.
അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ കർത്താവ് ഈ രാത്രി നമ്മളെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആത്മാക്കളെ ഉപേക്ഷിക്കാനല്ല പ്രിയപ്പെട്ടവരെ ഈ ബോധ്യം വചനത്തിലൂടെ കർത്താവ് നമുക്ക് തരുന്നത്. വെളിപാടിൻ്റെ പുസ്തകം അതിൻ്റെ 21 അധ്യായം 8 വാക്യം, റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 8. അതിങ്ങനെയാണ്: എന്തെന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. ഇതാണ് രണ്ടാമത്തെ മരണം. വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് നമ്മളെ. ദൈവവചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ഭീരുക്കൾ, കപടഹൃദയർ, വ്യഭിചാരികൾ, കള്ളന്മാർ, ദുഷ്ടന്മാർ, ഇവരുടെ അന്ത്യം കെടാത്ത തീയും അഗ്നിയുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആത്മാക്കളെ കൈവിട്ട് കളയാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: എനിക്ക് ദാഹിക്കുന്നു എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാൻ 19:28 ഈശോ എന്താ പറഞ്ഞത്? ഇതുപോലെ കാപട്യത്തിലും ഇതുപോലെ അശുദ്ധിയിലും ജീവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയല്ലേ ആ ദാഹം? അനന്തരം എല്ലാം നിറവേറ്റി കഴിഞ്ഞു എന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ആർക്കു വേണ്ടിയാ സഹോദരങ്ങളെ? ഈ ലോകത്ത് പാപത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ആത്മനാശത്തിലേക്ക് പോകുന്ന നമ്മുടെ മക്കളെ അവരുടെ ആത്മാവിനെ നേടാൻ വേണ്ടിയുള്ള യേശുക്രിസ്തുവിൻ്റെ ദാഹമാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കണം. അപ്പോൾ ഒരുപാട് ആത്മാക്കൾ ദൈവത്തിൽ നിന്നകന്ന് പാപത്തിൻ്റെ വഴി, ഭീരുത്വത്തിൻ്റെ വഴി പിന്തുടർന്ന്, ലൂക്കാസ് വിശേഷം അതിൻ്റെ 12 അധ്യായം 4 വാക്യം, അവിടെ എന്താ പറയണമെന്നറിയാമോ? എൻ്റെ സ്നേഹിതരെ, ഈശോ വിളിക്കുകയാണ്, എൻ്റെ സ്നേഹിതരെ, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടരുത്. എന്നാൽ ആരെയാ ഭയപ്പെടരുത്? നിന്റെ ഭീരുത്വം, അത് പാടില്ല. കർത്താവ് പറയാണ്, ശരീരത്തെ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു വിശ്വാസിയാണ് എന്ന് ഞാൻ പ്രഖ്യാപിച്ചാൽ ഈ ലോകത്തിലെ മക്കൾക്ക്, ദൈവത്തെ അറിയാത്തവർക്ക് ഒരുപക്ഷെ എന്നോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ തിന്മ എന്താ? ഏറ്റവും വലിയ സംഗതി എന്താ? എന്നെ കൊല്ലാൻ പറ്റും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. കർത്താവ് പറയാണ്, അങ്ങനെയുള്ളവരെ നിങ്ങൾ ഭയപ്പെടരുത്. എന്നാൽ ആരെയാണ് ഭയപ്പെടേണ്ടത്? കൊന്നതിന് ശേഷം നമ്മളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ള കർത്താവിനെ ഭയപ്പെടണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ സാത്താൻ നിറച്ചിരിക്കുന്ന ഈ ഭീരുത്വം, 2 തിമോത്തിയോസ് അതിൻ്റെ 1 അധ്യായം 7 വാക്യം എന്താ പഠിപ്പിക്കുന്നത്? 2 തിമോത്തിയോസ് 1:7, എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നോർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ഭീരുത്വമല്ല. നമ്മൾ ഭീരുക്കളായി കപട നാട്യക്കാരായി ജീവിക്കരുത് സഹോദരങ്ങളെ. അങ്ങനെ ജീവിക്കുന്ന ഓരോ മനുഷ്യനെയും ആത്മാവിനെയും നമുക്ക് യേശുക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ദൈവം നമ്മളെ ഈ രാത്രി ക്ഷണിക്കുകയാണ്. ഒരു ദൈവത്തിനോട് നമുക്ക് വായിക്കാം. തിമോത്തിയോസിന് എഴുതിയ 2 തിമോത്തിയോസ് 3 അധ്യായം 13 വാക്യം, 2 തിമോത്തി 3:13. അതിങ്ങനെയാണ്: അതേസമയം ദുഷ്ടന്മാരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപ്പതിക്കും. ശ്രദ്ധിച്ചു വചനം കേൾക്ക്. അതേസമയം ദുഷ്ടന്മാരും ഭീരുക്കളും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപ്പതിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അധപ്പതനം ഇന്ന് ലോകത്തേക്ക് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇങ്ങനെ കാപട്യം മൂലം അധപ്പതിച്ചു പോയ ജീവിതമില്ലേ പ്രിയപ്പെട്ടവരെ? ഇല്ലേ? ഭീരുത്വം മൂലം സഭയ്ക്കെതിരെ, കുടുംബത്തിനെതിരെ, വിശ്വാസികൾക്കെതിരെ ഓരോരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇൻ്റർനെറ്റ് വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ വരുമ്പോൾ നമ്മൾ നിസ്സംഗതരായിട്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ലേ സഹോദരങ്ങളെ?
Praise the Lord. Praise the Lord. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. നിസ്സംഗത വലിയൊരു പാപമാണെന്ന് അറിയണം. CCC അത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിസ്സംഗത ഒരു പാപമാണ്. ഒരു തലത്തിൽ നമുക്കെതിരെ ആരോപണങ്ങളും ദുരാരോപണങ്ങളും കുറ്റം വിധിക്കലുകളും പലവിധത്തിലുള്ള അനാവശ്യ വിമർശനങ്ങളുമായി ലോകത്തിലെ ജനത ഉയരുമ്പോൾ, സാത്താൻ ഉയരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ഭീരുത്വം മൂലം അപകർഷത മൂലം ഭയം മൂലം മാറിയിരുന്നാൽ സത്യം എങ്ങനെ ലോകമറിയും? ആത്മാവ് ആ പാപത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നതിൽ നിന്ന് എങ്ങനെ പിന്തിരിയും? എങ്ങനെ അവർക്ക് നമ്മുടെ കർത്താവിനെ സ്വീകരിക്കാൻ സാധിക്കും? ഇവിടെയാണ് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നത്. നിന്നെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? ലോകത്തിൻ്റെ അവസ്ഥ നീ മനസ്സിലാക്കുമ്പോൾ, ഈ കാപട്യത്തിൽ മുഴുകി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് നീ തിരിച്ചറിയുമ്പോൾ, അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ നിനക്കൊരു ബാധ്യതയില്ലേ? Praise the Lord. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 7 വരെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചോളുക. അവിടെ ഒരു കാപട്യക്കാരനെ കുറിച്ച് നമ്മളെ വചനം പഠിപ്പിക്കുന്നുണ്ട്. യൂദാസ് സഹോദരങ്ങളെ, യൂദാസ് ഇന്ന് നിങ്ങൾക്കറിയോ, ഇന്ന് എല്ലാ മേഖലയിലും കാപട്യം പുലരുന്ന ചില ജീവിതങ്ങളെ കണ്ടെത്താൻ പറ്റും. യൂദാസ് യേശുക്രിസ്തുവിനെ കുറിച്ചും വെച്ചിരുന്ന മനോഭാവം, അല്ലെങ്കിൽ ആ ശിഷ്യഗണത്തിലെ ഒരു പ്രമുഖൻ എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് എത്ര ലജ്ജാകരമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലാസറിൻ്റെ വീട്ടിൽ കർത്താവ് ഇരിക്കുമ്പോൾ ആ മറിയം സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ യേശുവിൻ്റെ പാദങ്ങൾ കഴുകുന്ന സമയത്ത് യൂദാസിൻ്റെ ഒരു ഡയലോഗ് എന്താ യൂദാസ് പറയണത്? യൂദാസ് പറയാണ്, ഇത് 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ? യേശുവിനെ കുറ്റപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ആ സ്ത്രീയെ കുറ്റപ്പെടുത്തുകയാണ്. അവൻ്റെ ഉള്ളിൽ ഒരു കാപട്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം. ഇത് പറയുന്നത് അതിൻ്റെ താഴേക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൻ ഇത് പറഞ്ഞത്, യൂദാസ് ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നുകൊണ്ടല്ല, പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ മനോഭാവമുള്ള വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഇല്ലേ പ്രിയപ്പെട്ടവരെ? ഇല്ലേ? അന്യായ സമ്പത്ത് കപട മാർഗത്തിൽ നേടുന്നവരില്ലേ? ഇല്ലേ? അന്യന് അർഹതപ്പെട്ടത്, മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് സ്വായത്തമാക്കുന്ന ആൾക്കാരില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരെ കുറ്റപ്പെടുത്താനല്ല ഞാനിത് പറഞ്ഞത്, മറിച്ച് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യം ജനിച്ചു കഴിയുമ്പോൾ, ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ, മനുഷ്യൻ നിസ്സഹായനാണ്. അവൻ ആ കാപട്യത്തിൽ നിന്ന്, ഭീരുത്വത്തിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ അവൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ ഒഴുകണമെന്ന ബോധ്യം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ, അവൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണ ഒഴുകാൻ ഞാനും നിങ്ങളും അവന് വേണ്ടി മുട്ടുമടക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഹല്ലേലൂയാ. Praise the Lord. Praise the Lord. Praise the Lord. ഉപേക്ഷിച്ച് കളയാനല്ല പ്രിയപ്പെട്ടവരെ, തള്ളിക്കളയാനുമല്ല, മറിച്ച് അവൻ്റെ ജീവിതാവസ്ഥ അവന് പറ്റില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ആത്മീയമായിട്ട് മനസ്സിലാക്കണം. അവനിൽ കാപട്യമല്ലേ കുടികൊള്ളുന്നത്, അവനിൽ ഭീരുത്വമല്ലേ കുടികൊള്ളുന്നത് എന്ന് തിരിച്ചറിയാനാവാത്ത വിധം അന്ധകാരത്തിൽ ആണ്ടുപോയ ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റുപാടുകളിലുണ്ട്. ഹല്ലേലൂയാ. എന്തിനാ സഹോദരങ്ങളെ ദൈവം ഈ ബോധ്യം നമുക്ക് തരുന്നത്? അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാനും നിങ്ങളും മുട്ടുമടക്കും. വിശുദ്ധ ജോൺ മരിയ വിയാനി അതല്ലേ ചെയ്തത്? ആ ഇടവകയിൽ ഒരു വൈദികനും നന്നായിട്ട് വാണിട്ടില്ല ആർസിലെ. അവിടേക്ക് ആ പാവം വൈദികനെ വിട്ടപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? അവിടെ ഉപദേശിച്ചതുകൊണ്ട് കാര്യമില്ല, അവരെ തല്ലിയതുകൊണ്ട് കാര്യമില്ല, ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. എന്നാൽ അവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ഒഴുക്കാൻ എൻ്റെ ദൈവത്തിന് പറ്റും എന്ന ബോധ്യം. 2 കാര്യമാണ് ആ വൈദികന് മനസ്സിലായത്. ഒന്ന്, ആ ജനത്തിൻ്റെ അവസ്ഥ. മറ്റൊന്ന്, ആ അവസ്ഥയിൽ നിന്ന് അവരെ പിടിച്ചുയർത്താൻ പറ്റുന്ന കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള തിരിച്ചറിവ്. ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ മക്കൾക്ക് ഇല്ലാതെ പോയൊരു തിരിച്ചറിവ് ഇതാണ് ഈ കാലഘട്ടത്തിൽ. കാരണം സുഖലോലുപത അതുപോലെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയാ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. പരിത്യാഗമെടുത്ത് ഒരു പാപിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് ആരംഭിച്ചാൽ ഈ കാപട്യ ഹൃദയരും ഈ ഭീരുത്വവാദികളുമായ ആളുകൾ
ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കർത്താവിന്റെ സ്വന്തമായി തീരും. ഇത് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സത്യമാണ്. അതാണല്ലോ ആസിൽ ആ പാവപ്പെട്ട വൈദികൻ രാത്രിയുടെ യാമങ്ങളിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് അവിടെ മുട്ടുകുത്തി 2 കരങ്ങൾ വിരിച്ചു പിടിച്ച് ദൈവത്തോട് പറയാണ്, ദൈവമേ, ഈ ജനം വഴിതെറ്റിയ ഒരു ജനമാണ്. ഈ ജനം ഒരുപാട് കപടതയും ഒരുപാട് പാപവും പേറുന്ന ജനമാണ്. ആ രാത്രിയിൽ ആ പ്രാർത്ഥനയുടെ ഫലം എന്താണെന്നറിയോ? ആ ജനത്തെ സ്നേഹിച്ച് ആ ജനത്തിന് വേണ്ടി മോശയെ പോലെ മുമ്പിൽ നിന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് വാദിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു സഭാ സ്നേഹി, ഒരു മനുഷ്യ സ്നേഹി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ആൾക്കാർ ഇന്ന് സഭയിൽ ജനിച്ചാൽ നാളെ ഈ ലോകം കീഴ്മേൽ മറിയും എന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിറ്റേ ദിവസം മുതൽ ആ ഇടവകയിൽ മാറ്റം വരാൻ തുടങ്ങി. ആളുകൾക്ക് മാറ്റം വരാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊറ്റക്കെട്ടായി നമ്മുടെ ലോകത്തിന് വേണ്ടി മുട്ടുമടക്കാൻ സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ഞാൻ പറയണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിഘടിച്ചു നിൽക്കരുത്. അത് സാത്താന്റെ തന്ത്രമാണ്. ഒറ്റക്കെട്ടായി യേശുക്രിസ്തുവിന്റെ രാജ്യത്തെ ഇങ്ങനെയുള്ള ഭീരുക്കളും യേശുക്രിസ്തുവിനെ ഏറ്റുപറയാനുള്ള ഭീരുത്വം പേറുന്നവരും കപട നാട്ടുകാരും അതപ്പതിച്ച് നശിക്കാതിരിക്കാൻ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് നിൽക്കാം. ഇരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഒന്ന് കണ്ണുകൾ അടയ്ക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു അഭിഷേകം എൻ്റെയും നിങ്ങളുടെ മേൽ കർത്താവ് ഇന്ന് വർഷിക്കും. ഒരു സംശയമില്ല. നാളെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. നിങ്ങളൊരു പാപിയെ ടാർഗറ്റ് ചെയ്യുക, ഒരു ഭീരുവിനെ ടാർഗറ്റ് ചെയ്യുക, ഒരു കപടനാട്ടക്കാരെ ടാർഗറ്റ് ചെയ്യുക. അവൻ്റെ മേൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആയുധം വെക്കുക. അവൻ ഇന്നല്ലെങ്കിൽ നാളെ അത്ഭുതകരമായ ഒരു വിടുതലിലേക്ക്, രക്ഷയിലേക്ക് കടന്നു വരും നമുക്ക് കാണാൻ പറ്റും. 2 കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവ മക്കളെ, ഈ ഒരു അഭിഷേകം നമ്മളിൽ നിറയാൻ, ഈ ഒരു ക്രമം നമ്മളിലേക്ക് വ്യാപരിക്കാൻ കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആരാധന. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഉണർത്തണമേ. ഹല്ലേലൂയ. യേശു ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അവിടുത്തെ ശക്തമായ അഭിഷേകം വ്യാപരിക്കട്ടെ. ശക്തമായ കൃപ വ്യാപരിക്കട്ടെ. ഓരോ ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. ഉണരട്ടെ. തളർന്ന കൈകളും കാൽമുട്ടുകളും ബലം പ്രാപിക്കട്ടെ. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി 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 വാ. ആത്മാവേ, ഹല്ലേലൂയ, 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 അത്ഭുത കൃപേ, അത്ഭുത ശക്തിയെ, അത്ഭുത അഭിഷേകമേ, അത്ഭുത സാന്നിധ്യമേ, അത്ഭുത തേജസ്സേ, അത്ഭുത ജ്ഞാനമേ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ആയിരങ്ങളിൽ, പതിനായിരങ്ങളിൽ, ജനലക്ഷങ്ങളിൽ, ജനകോടികളിൽ
പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും അഗ്നിയായി കത്തിപ്പടരണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദാസൻ ഫ്രാൻസിസ് ബ്രദറിലൂടെ പരിശുദ്ധാത്മാവ് അതിശക്തമായ ഭാഷയിൽ നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും അരൂപിയിൽ നിറഞ്ഞുകൊണ്ട് എപ്രകാരമാണ് കർത്താവിൻ്റെ പദ്ധതികളോട് സഹകരിക്കേണ്ടത്. സ്വർഗത്തിൻ്റെ തേങ്ങലിനെ, സ്വർഗത്തിൻ്റെ കണ്ണുനീരിനെ നമ്മൾ എപ്രകാരമാണ് ഉത്തരം നൽകേണ്ടതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായി നമുക്ക് ആലോചന തരികയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അല്പസമയം നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത് ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത തരുവാനാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിക്കണം. 40 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിൻ്റെ വലിയ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. കർത്താവ് ഇന്ന് ഈ ലോകത്തെ നോക്കി വേദനിക്കുകയാണ്. സ്വർഗം വിലപിക്കുകയാണ്. നമ്മൾ ഈ ദിനങ്ങളിലൂടെ എല്ലാം കണ്ടു. അമ്മ മാതാവ് ലോകത്തിന്റെ പല ദിക്കുകളിലും പ്രത്യക്ഷപ്പെട്ട് രക്ത കണ്ണുനീരൊഴുക്കി നിത്യനാശത്തിലേക്ക് പോകുന്ന തൻ്റെ മക്കളെ നോക്കി അമ്മ നിലവിളിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ സ്വർഗം നമുക്ക് തന്നിരിക്കുന്നത് ഈ ഒരു ഉദ്ദേശത്തിനു വേണ്ടിയാണ്. പലരും എന്നോട് ചോദിച്ചു, ബ്രദറെ, നമ്മൾ കൂടുതൽ ഈ പരിത്യാഗവും പ്രാർത്ഥനയും പ്രാശ്ചിത്വമൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ പാപപരിഹാര ബലിയെ നമ്മൾ അതിൻ്റെ മഹത്വവും പ്രാധാന്യവും ഇല്ലാതാക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, കർത്താവായ യേശുവിൻ്റെ പാപപരിഹാര ബലിയുടെ അനന്ത യോഗ്യതകളോട് ചേർന്നുകൊണ്ടാണ് നമ്മൾ അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, അസംഖ്യം ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും പ്രാശ്ചിത്ത പ്രവൃത്തികളും നമ്മുടെ സഹനങ്ങളെ കൃപകളായി സ്വീകരിച്ച് നമ്മളിതെല്ലാം ഈശോയുടെ തിരുബലിയുടെ അനന്ത യോഗ്യതകളോട് ചേർന്നാണ് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു നമ്മുടെ പാപപരിഹാര ബലിയാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വചനത്തിൽ വ്യക്തമായി പരിശുദ്ധാത്മ സഭയോട് പറയുന്നുണ്ട്, യേശു നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിൽ നമ്മുടെ സകല പാപങ്ങൾക്കുമുള്ള മോചനമുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. അത് സഭയുടെ വലിയ വിശ്വാസമാണ്. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസവും. നമ്മൾ ഈ പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷ ചെയ്യുന്നത് നമ്മുടെ സ്വയത്തിൽ ആശ്രയിച്ചു കൊണ്ടല്ല, നാം നമ്മിൽ തന്നെ ആശ്രയിച്ചു കൊണ്ടല്ല. നമ്മൾ അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ അതിന് യാതൊരു വിലയും മൂല്യവുമില്ല. നമ്മളിതെല്ലാം ചെയ്യുന്നത് കർത്താവായ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. കർത്താവിൻ്റെ കുരിശിലെ ബലിയുടെ അനന്ത യോഗ്യതകളോട് ചേർന്നുകൊണ്ടാണ് നമ്മൾ അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, ഈ ലോകത്തിന് അതിക്രമങ്ങൾക്ക് വേണ്ടി, വിശ്വാസ ത്യാഗം സംഭവിച്ച ആത്മാക്കൾക്ക് വേണ്ടി, മാരക പാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി, ആത്മീയമായി മന്ദത ബാധിച്ചവർക്ക് വേണ്ടി, ജഡിക പാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി, അഹങ്കാരത്തിലും ഗർവിലും ജീവിക്കുന്നവർക്ക് വേണ്ടി, ഇങ്ങനെ അസംഖ്യം ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഈ പ്രാർത്ഥനകളെല്ലാം ചെയ്യുന്നത് ഈശോയുടെ തിരുബലിയുടെ അനന്ത യോഗ്യതകളോട്. ഇത് ഇപ്രകാരമാണ് വിശുദ്ധാത്മാക്കൾ ചെയ്തത്. സഭാപിതാക്കന്മാര്, കന്യകകള്, മരുഭൂമിയിലെ താപസന്മാര്, ഇവരെല്ലാം കഠിനമായ തപശ്ചര്യകളിലൂടെ കടന്നുപോയി. എന്തിനു വേണ്ടി? തിരുസഭയെ ശക്തിപ്പെടുത്തുവാൻ, അനേകം ആത്മാക്കളെ കർത്താവിനായി നേടുവാൻ, ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലെ ബലിയാത്മാക്കളെ അവരെല്ലാം രൂപപ്പെട്ടപ്പോൾ അവരുടെ സഹനങ്ങൾ വഴി കർത്താവായ ഈശോ ലോകത്തിൽ സഭയിൽ അനേകം ആത്മാക്കളിൽ
മാനസാന്തരത്തിന്റെ കൃപയെ ഒഴുക്കി. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞ യേശുവേ നന്ദി. യേശുവേ നന്ദി. ആദ്യം നമ്മളൊരു കാര്യം തിരിച്ചറിയണം. കർത്താവായ യേശു നമ്മുടെ പാപപരിഹാര ബലിയാണ്. കർത്താവായ ഈശോയിൽ നമുക്ക് സകല പാപത്തിനുള്ള മോചനമുണ്ട്. അതിൽ ആർക്കും ഒരു സംശയം വേണ്ട, അതിന് കുറ്റബോധം വേണ്ട. അപൂർവം ചിലർ എന്നോട് പറഞ്ഞു, ഇത് ചിലരെ ഒരു ഭയത്തിലേക്ക്, ഒരു കുറ്റബോധത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ ദിനങ്ങളിലെല്ലാം പങ്കെടുത്ത് പ്രാർത്ഥിച്ച് അനേകർ അറിഞ്ഞു. ഇവിടെ പ്രഘോഷിക്കപ്പെട്ടത് എന്താണ് ദൈവമക്കളെ? അനുദപിക്കുക, മാനസാന്തരപ്പെടുക, ധാരാളം പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യുക, സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുക. അത് കുടുംബങ്ങൾക്ക് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, അതിക്രമങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. ഇത് ഈശോയുടെ മനസ്സാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. മറ്റു ചിലർ പറഞ്ഞത് അമ്മ മാതാവിൻ്റെ സന്ദേശങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ശ്രദ്ധിക്കണം ദൈവമക്കളെ, അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം വെളിപ്പെടുത്തിയ സത്യങ്ങൾ എന്താണ്? നമ്മൾ ഈ ദിവസങ്ങളിൽ ലാസലേറ്റിലും അതുപോലെ തന്നെ ഫാത്തിമയിലും ഗുഡലൂപ്പയിലും ലൂർദിലും മെജുഗോറിയായിലും മറ്റു പല സന്ദേശങ്ങളിലൊക്കെ വെളിപ്പെട്ട അമ്മ മാതാവിൻ്റെ സന്ദേശങ്ങൾ കേട്ടു. കഞ്ചിക്കോട്ട് നമ്മുടെ റാണി ചേച്ചിക്ക് അമ്മ നൽകിയ സന്ദേശങ്ങളല്ല നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഈ സന്ദേശങ്ങൾ ഉള്ളടക്കം എന്താ? പ്രാർത്ഥന, ധാരാളം പ്രാർത്ഥിക്കുക, മാനസാന്തരപ്പെടുക, അനുദപിക്കുക, ലോകത്തിന് അതിക്രമങ്ങൾക്ക് വേണ്ടി നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക, പരിത്യാഗങ്ങൾ ചെയ്യുക. ഇത് ഈശോ പഠിപ്പിച്ചതല്ലേ? ഇത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതല്ലേ? ഇത് സഭയുടെ വിശ്വാസ സത്യങ്ങളിലുള്ളതല്ലേ? സഭയുടെ പാരമ്പര്യങ്ങളിലുള്ളതല്ലേ? സഭയുടെ വിശുദ്ധാത്മാക്കൾ അനുവർത്തിച്ച ഭക്താനുഷ്ഠാനങ്ങളല്ലേ? ദൈവമക്കളെ, നമ്മൾ സംശയിക്കരുത്. വളരെ വളരെ കുറച്ച് പേര്. അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഈ സമയം നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, വളരെ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അമ്മ മാതാവിനെ തന്റെ മക്കളോട്, സഭയോട് പറയാനുള്ള മെസ്സേജ് എന്താ? ഇത് മാനസാന്തരപ്പെടുവാനുള്ള സമയമാണ്, ഇത് അനുതാപത്തിനുള്ള സമയമാണ്, ഇത് ചങ്കുപൊട്ടി മുട്ടുമടക്കി കൈവിരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പരിത്യാഗം ചെയ്യുവാനുള്ള സമയമാണ്. നിത്യനാശത്തിലേക്ക് പോകുന്ന ഓരോ വ്യക്തിയുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി സഹനങ്ങളെ കൃപകളായി സ്വീകരിച്ച് കർത്താവായ ഈശോയുടെ പീഡാസഹനങ്ങളോടും കുരിശുമരണത്തോടും ചേർത്ത് വെച്ച് കാഴ്ചവെക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതല്ലേ തിരുസഭ പഠിപ്പിക്കുന്നത്? കത്തോലിക്ക സഭയുടെ മതബോധനം 2015 അവിടെ സഭമാതാവ് കൃത്യം പറയുന്നുണ്ട്, പരിപൂർണതയുടെ വഴി കുരിശിലൂടെയാണ് കടന്നു പോകുന്നത്. പരിത്യാഗവും ആത്മീയ സമരവുമില്ലാതെ വിശുദ്ധിയില്ല. പരിത്യാഗമില്ലാതെ, നേരത്തെ ഫ്രാൻസിസ് ബ്രദർ പറഞ്ഞില്ലേ, സുഖലോലുപത അത് പിശാചിന്റെ വലിയ കെണിയാണ്. തൃശ്ശൂരിൽ ഒരു പാവപ്പെട്ട നോബർട്ടമ്മയുണ്ടായിരുന്നു. നോബർട്ടമ്മയുടെ കുഴിമാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, സഹിച്ചത് ലാഭം, സുഖിച്ചത് നഷ്ടം. ഇത് കർത്താവിൻ്റെ ജ്ഞാനമുള്ളവർക്ക് ഈ തിരുമൊഴികൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സഹിച്ചത് ലാഭം, സുഖിച്ചത് നഷ്ടം. പലപ്പോഴും നമുക്ക് അല്പസമയം മുട്ടുകുത്തുമ്പോൾ, കൈവിരിക്കുമ്പോൾ നമുക്കിവിടെ എല്ലാം ഇങ്ങനെ കഴച്ചു പൊട്ടുന്നതുപോലെ തോന്നുന്നു. ഈ കൊച്ചു കൊച്ചു വേദനകള്, ഈ കൊച്ചു കൊച്ചു ത്യാഗങ്ങള് നമ്മൾ അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അതെല്ലാം കർത്താവ് കൃപയാക്കി അനുഗ്രഹമാക്കി മാറ്റുകയാണ്. അതാ സഭ പറയുന്നത്, പരിത്യാഗവും ആധ്യാത്മിക സമരവും ഇല്ലാതെ വിശുദ്ധിയില്ല. തപചര്യയും പരിത്യാഗവും ആധ്യാത്മിക പുരോഗതിക്ക് ആവശ്യമാണ്. അവ ക്രമേണ സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ സമാധാനത്തിലും സന്തോഷത്തിലുമുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്നവയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നത് കർത്താവായ യേശുവിൻ്റെ തിരുവിരുടെ അനന്ത യോഗ്യതകളിലും തിരുസഭയുടെ സകല സമ്പന്നതകളോടും ചേർന്നുമാണ്. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. അതിലാർക്കും ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഭയമോ അസ്വസ്ഥതയോ കുറ്റബോധമോ ഇതൊന്നും ആവശ്യമില്ല ദൈവമക്കളെ. ഇതൊക്കെ പിശാചിന്റെ തന്ത്രങ്ങളാണ്. നമ്മൾ ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ നിന്ന്, ഈ പരിത്യാഗ അരൂപിയിൽ നിന്ന് കർത്താവ് തരുന്ന നിർമ്മലമായ പ്രബോധനങ്ങളിൽ നമ്മൾ അകറ്റിക്കളയാനായിട്ട് അമ്മ മാതാവ് ഇപ്രകാരം തൻ്റെ പ്രത്യക്ഷപ്പെടലുകളിൽ പലയിടങ്ങളിൽ അമ്മ പറഞ്ഞത് സത്യമുണ്ട്. ഞാൻ പെട്ടെന്ന് നിങ്ങളതൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.
അമ്മ ഇപ്രകാരമാണ് പറഞ്ഞത്, എൻ്റെ ഈ പ്രവർത്തനത്തെ തടയാൻ എൻ്റെ ശത്രു ആകുന്നത് മുഴുവൻ ചെയ്യും എന്നതിൽ അതിശയോക്തിയില്ല. ഞാൻ സഭയിൽ ചെയ്യുന്നവയെ പറ്റി സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ ആയുധം. തുടർന്ന് അമ്മ പറയാണ്, ന്യായവും സാരവത്വവുമായ യുക്തിവിചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സംശയങ്ങളെ അവൻ ഉറപ്പിക്കും. അതിനാൽ ഞാൻ പറയുന്നത് എന്തു തന്നെയായാലും അവ സ്വീകരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും മുൻപ് തന്നെ അവയിൽ കുറ്റം കാണുന്ന ഒരു, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എത്ര വലിയ നന്മകൾ കുറ്റം കാണുക, കുറ്റം പറയുക, അതിൽ പഴി പറയുക, അതൊരിക്കലും പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. അവയിൽ കുറ്റം കാണുന്ന ഒരു മനോഭാവം അവൻ നിങ്ങളുടെ മനസ്സിൽ ഉളവാക്കുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് തുറന്നുള്ള മറ്റു ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവായ ഈശോയാണ് നമ്മുടെ എല്ലാം. ഈശോയേക്കാൾ കൂടുതൽ നമ്മൾ അമ്മ മാതാവിന് സ്ഥാനം കൊടുക്കുന്ന ആർക്കൊരു ചിന്ത വേണ്ട. കർത്താവിനോട് വെളിപ്പെട്ട പൂർണ്ണ വെളിപാടുകളെക്കാളും വലിയ പ്രാധാന്യം മാതാവിനോട് വെളിപ്പെട്ട സന്ദേശങ്ങൾക്ക് നൽകുന്നു. ചിന്ത വേണ്ട. നമ്മുടെ ഒരു ശുശ്രൂഷയിലും നമുക്ക് നല്ലതുപോലെ അറിയാമല്ലോ, അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഹല്ലേലൂയ. അമ്മ മാതാവ് എന്താ പറയുക? റാണി ചേച്ചിയുടെ സന്ദേശങ്ങൾ, അമ്മക്ക് കൊടുത്ത സന്ദേശങ്ങൾ കേൾക്കാൻ പോവാണ്. അവിടെ എന്താ പറയുന്നത്? പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ജീവിതം, ധാരാളം പ്രാർത്ഥിക്കണം, അനുതപിക്കണം, മാനസാന്തരപ്പെടണം, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യണം. ഇത് സഭയുടെ പ്രബോധനമാണ്, സഭയുടെ വിശ്വാസ സത്യങ്ങളാണ്. സഭയുടെ പാരമ്പര്യങ്ങളിൽ സഭാ പിതാക്കന്മാരിൽ, മരുഭൂമിയുടെ പിതാക്കന്മാര്, കന്യകകള്, രക്തസാക്ഷികള്, വിശുദ്ധാത്മാക്കള്, ഇവരെല്ലാം അനുവർത്തിച്ച് പോകുന്ന ജീവിത രീതിയാണ് ദൈവമക്കളെ. ഇതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. സുഖലോലുപതയുടെ, ലോകത്തിൻ്റെ ഇമ്പങ്ങൾ, സുഖങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഒരു തിരിച്ചുപോക്ക് ഈ കാലഘട്ടത്തിൽ സഭാ മക്കൾക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞ യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് കർത്താവ് കുരിശിൽ ബലിയായി തീർന്നു. ഇനി നമ്മൾ സഹിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സഹനങ്ങൾ യേശുവെടുത്തു. ഇനി പരിത്യാഗത്തിനും സഹനങ്ങൾക്കും ഉപവാസത്തിനൊന്നും സ്ഥാനമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്മാറിപ്പോകുന്നത് അത് ശത്രുവിൻ്റെ കെണിയാണ്. നമ്മൾ വചനത്തിൽ കണ്ടില്ലേ, പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും പരിത്യാഗം കൊണ്ടുമല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല എന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിയിലേക്ക് നമ്മൾ വരണം. അനേക ആത്മരക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കണം ദൈവമക്കളെ. ഈശോ അതാണ് ചെയ്തത്. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷങ്ങൾ ഉപേക്ഷിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17:19 കർത്താവ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് പിതാവേ, അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈശോ ദൈവമായിരുന്നു, അവനൊരു പാപം പോലും ചെയ്തിട്ടില്ല. പിന്നെ ഈശോയ്ക്ക് വിശുദ്ധീകരിക്കപ്പെടേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ നിത്യജീവന് വേണ്ടി, നിത്യരക്ഷയ്ക്ക് വേണ്ടി നമുക്കൊരു മാതൃക കാണിച്ചു തരികയാണ്. ഈശോ തന്നെ തന്നെ വിശുദ്ധീകരിക്കുകയാണ്. ഈശോ എങ്ങനെ തന്നെ വിശുദ്ധീകരിച്ചത്? ഹെബ്രായ പുസ്തകം 12:2 പറയുന്നുണ്ട്, അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, പാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി, മാരക പാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി, അനുതാപവും മാനസാന്തരം നഷ്ടപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി നമുക്കും ചില സന്തോഷങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റണം. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ചില ഭക്ഷണ പദാർത്ഥങ്ങള്, ചില വിനോദങ്ങള്, നമുക്ക് ഇഷ്ടപ്പെട്ട ഇമ്പകരമായിട്ടുള്ള ചില കാര്യങ്ങൾ, അതൊക്കെ ഓരോരുത്തരോടും ഓരോ രീതിയിലാണ്. അതങ്ങ് വിട്ടുകളയണം. അവൻ അപമാനങ്ങൾ വകവെച്ചില്ല. നമുക്കെതിരെ വരുന്ന ദുഷിപ്പുകള്, പരിഹാസങ്ങള്, നിന്ദനകള്, നമുക്കെതിരെ വരുന്ന എതിർപ്പുകള്, വേദനകളെല്ലാം നിശബ്ദമായി ആനന്ദത്തോടെ സ്വീകരിച്ച് ഈശോയുടെ സഹനത്തോട് ചേർത്ത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കണം. ഹല്ലേലൂയ. മൂന്നാമതവിടെ പറയാണ്, കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സഹനവും കൃപയായി സ്വീകരിച്ച് അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, ലോകത്തിന്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി നമ്മൾ കാഴ്ചവെക്കുമ്പോൾ മാനസാന്തരത്തിന്റെ കൃപ നമ്മിലൂടെ കർത്താവ് ലോകം മുഴുവനിലേക്കും ഒഴുക്കും. കർത്താവിനെ സംസാരിക്കാൻ നമ്മുടെ നാവുകളാ,
കർത്താവിനെ കാണുവാൻ നമ്മുടെ കണ്ണുകള്, കർത്താവിന് നടക്കുവാൻ നമ്മുടെ കാലുകള്, കർത്താവിനെ പ്രവർത്തിക്കാൻ നമ്മുടെ കരങ്ങള്. ഇത് മുഴുവൻ ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു ടോട്ടൽ സറണ്ടറിങ്, ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് വരുന്ന ഈ മക്കളെ, ഈ സത്യം മനസ്സിലാക്കി കൂടുതൽ ജാഗ്രതയോടെ, കൂടുതൽ തീഷ്ണതയോടെ, ആവേശത്തോടെ തുറന്നു വരുന്ന ദിനങ്ങളിൽ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. അനേകർ ഇതിനെക്കുറിച്ച് പങ്കുവെക്കണം. അങ്ങനെ സഭ മുഴുവനിലും ഒരു പുതിയ കൃപയുടെ വസന്തം ഒരുക്കപ്പെടുവാൻ നമുക്ക് മുട്ടുമടക്കാം, നമുക്ക് കൈവിരിക്കാം, നമുക്ക് പരിത്യാഗമെടുക്കാം. ഈശോയുടെ തിരുബലിയോട് ചേർത്ത് നമ്മുടെ സഹനങ്ങളും വേദനകളെല്ലാം കാഴ്ചവെക്കാം. അങ്ങനെ സ്വർഗത്തിൻ്റെ കണ്ണുനീരിനെ, സ്വർഗത്തിൻ്റെ നിലവിളിക്ക് നമുക്ക് മറുപടി നൽകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം കഞ്ചിക്കോട്ട് റാണി ചേച്ചിയിലൂടെ അമ്മ മാതാവ് നൽകുന്ന ആ സന്ദേശങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ അനേകർ ഫോൺ ചെയ്യുന്നുണ്ട്. പല ബഹുമാനപ്പെട്ട വൈദികർ പറഞ്ഞു, സന്തോഷേ, ഞങ്ങൾ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് കാലഘട്ടത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ ശുശ്രൂഷയാണ്. അനേകം സിസ്റ്റേഴ്സ്, അമ്മമാർ അവരുടെ മഠങ്ങളിൽ, കോൺവെന്റുകളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നൂറുകണക്കിന് ആൾക്കാർ പറയുന്നത് വലിയ കൃപയാണ്. ഞങ്ങളെ കുടുംബങ്ങളെ ദേവാലയങ്ങളാക്കി മാറ്റി. പ്രത്യേകിച്ച് റാണി ചേച്ചിയിലൂടെ നൽകപ്പെടുന്ന സന്ദേശങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുപാട് സ്വാധീനിക്കുന്നു. അനേകർക്ക് അനുതാപം കിട്ടുന്നു, പ്രാർത്ഥിക്കാൻ തീഷ്ണത കിട്ടുന്നു, സുഖലോലുപതയുടെ അരൂപിയിൽ നിന്ന് വിടുതൽ കിട്ടുന്നു, പരിത്യാഗം എടുക്കാൻ അഭിഷേകം കിട്ടുന്നു. ഹല്ലേലൂയ. നമുക്ക് അമ്മ മാതാവിനോട് ചേർന്ന് സകല വിശുദ്ധരോടൊപ്പം ശൗസപിതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥനാപൂർവം തുറന്നു വരുന്ന സന്ദേശങ്ങൾ കേൾക്കാം. അതിനുശേഷം ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ബ്രദർ ആരാധന ലീഡ് ചെയ്ത് പ്രാർത്ഥിക്കും. എല്ലാവരും ഒരുമിച്ച് ഇന്നത്തെ നിയോഗത്തിന് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തിലേക്ക് കടന്നു വരാം. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു ആഗ്രഹം എല്ലാവരുടെ മനസ്സിലില്ലേ? ഇപ്പോൾ സ്വയം ശുദ്ധീകരിക്കപ്പെടുകയും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടും. ആത്മാക്കളുടെ രക്ഷ നമ്മുടെ ലക്ഷ്യമാണ്. സന്ദേശം തുടർന്ന് നമുക്ക് കേൾക്കാം. മക്കളെ, വിശുദ്ധിയിൽ ജീവിക്കുക. പ്രാർത്ഥനയുടെ ഐക്യത്തിൽ സ്വർഗം ഭൂമിയിൽ സംജാതമാകുന്നതിനായി കാത്തിരിക്കുക, പരിശ്രമിക്കുക. യേശു അവിടുത്തെ പ്രത്യാഗമനം ദ്രുതഗതിയിലാക്കുവാനും ലോകം മുഴുവനും കൃപാവരം കൊണ്ട് നിറയുന്നതിനും വിശുദ്ധിയുടെ പൂങ്കാവനം സംസ്ഥാപിതമാകുന്നതിനും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ സ്വർഗത്തിലേക്ക് ഉയർത്തുക. നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കേണ്ടതെന്ന് പരിശുദ്ധ അമ്മ പറയാ. ലോകം കൃപാവരം കൊണ്ട് നിറയണം. കൃപയില്ലാത്ത അവസ്ഥയിൽ നിന്ന് കൃപാവരത്തിലേക്ക് ലോകം വരാൻ പ്രാർത്ഥിക്കണമെന്ന പരിശുദ്ധ അമ്മ പറയുന്നത്. അങ്ങനെ കൃപയുണ്ടെങ്കിൽ വിശുദ്ധിയുടെ ഒരു പൂങ്കാവനം, ഒരു പൂന്തോട്ടം ലോകത്ത് സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുക. സകല വിശുദ്ധരുടെയും ഭൂവാസികളുടെയും അമ്മയായ ഞാൻ നിങ്ങളെ സഹായിക്കാൻ അതീവ തൽപരയാണ്. മക്കളെ, നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അശുദ്ധിയും അന്ധകാരവും നിറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് കാലിടറാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. അപ്പോൾ കാലിടറാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കാൻ പറയുമ്പോൾ അവിടെ ഒരു സാധ്യത കിടപ്പുണ്ട്, അല്ലേ? അതുകൊണ്ട് അമ്മ പറയാ, അശുദ്ധി, അന്ധകാരം, പാപവേഴ്ച നിലനിൽക്കുന്ന ഈ ലോകത്തിൽ കാലിടറാതിരിക്കാൻ സൂക്ഷിക്കണം. പുതുയുഗ പിറവിയിൽ പുതുമയുള്ള ജീവിതം നയിക്കുവിൻ. നവജീവൻ പ്രദാനം ചെയ്യുന്ന ദൈവീക കാരുണ്യമാകുന്ന ഹിമഗണങ്ങൾ ഉന്നതങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് പെയ്തിറങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കാരുണ്യം ഭൂമിയിലേക്ക് പെയ്തിറങ്ങും. പരിശുദ്ധ അമ്മ പറയുക, നവജീവൻ പ്രദാനം ചെയ്യുന്ന, അതായത് ഇത്രയും കാലം എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരുന്നു, എനിക്കിനി രക്ഷയില്ലെന്ന് ചിന്തിച്ച് ജീവിക്കേണ്ടെന്നാ നമ്മുടെ അമ്മ പറയുന്നേ. നിനക്കൊരു നവജീവൻ പ്രദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ആ കരുണ ഹിമകണം പോലെ, മഞ്ഞുകണം പോലെ ഉന്നതത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പെയ്തിറങ്ങും. നമുക്ക് പ്രാർത്ഥിക്കണം അതിനു വേണ്ടി. എൻ്റെ പ്രിയ മക്കളെ, ശക്തിപ്രദായകമായ പ്രാർത്ഥനയിൽ ഏക ഹൃദയരാകുക. നമ്മുടെ ലക്ഷ്യം എന്താ?
സ്വയം വിശുദ്ധീകരിക്കപ്പെടുകയും ലോകം വിശുദ്ധീകരിക്കപ്പെടുകയും ആത്മാക്കൾ പാപാവസ്ഥയിൽ നിന്ന് മാറി രക്ഷപ്പെടുകയും ചെയ്യുക. അതിൽ ഏക ഹൃദയരാകുക. എന്നിട്ട് ഈ ശക്തിപ്രദായകമായ പ്രാർത്ഥനയിൽ ഏക ഹൃദയരായി ജീവിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ വലിയൊരു കാര്യം സംഭവിക്കുക. എൻ്റെ കണ്ണുനീർ പുഞ്ചിരിക്ക് വഴിമാറിക്കൊടുക്കും. എൻ്റെ കണ്ണുനീർ, പരിശുദ്ധ അമ്മയുടെ കണ്ണുനീർ, പരിശുദ്ധ അമ്മ എത്രയോ സ്ഥലങ്ങളിൽ രക്തക്കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നേ. ഇവിടെയും പരിശുദ്ധ അമ്മയുടെ തിരുച്ചിത്രത്തിൽ നിന്ന് കണ്ണുനീരൊഴുകിയിട്ടുണ്ട്. അമ്മ പറയാ, മക്കളെ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഏകഹൃദയരായി വിശുദ്ധിയോടെ ശക്തിപ്രദായകമായ പ്രാർത്ഥനയിലായിരുന്നാൽ അമ്മയുടെ കണ്ണുനീർ പുഞ്ചിരിക്ക് വഴിമാറിക്കൊടുക്കും. നമ്മുടെ അമ്മയ്ക്ക് നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനമല്ലേ അത്? വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിലൂടെ, നിത്യരക്ഷയെ ലക്ഷ്യമാക്കിയിട്ടുള്ള ജീവിതത്തിലൂടെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവിക നന്മകൾ ആഗ്രഹിച്ച് ജീവിക്കുക. ഈ നല്ല സുദിനത്തിൽ സകല വിശുദ്ധരോടും ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞ് നല്ലവരായ എൻ്റെ മക്കളോടും ചേർന്ന് ജപമാല ചൊല്ലുവാൻ കൂടുതൽ ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ സമാധാനം ആശംസിക്കുന്നു എന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. മക്കൾക്ക് അമ്മയ്ക്ക് തരാനുള്ളത് സമാധാനമാണ്. ആ സമാധാനം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങേണ്ടത് നമ്മളാണ്. സമാധാനത്തിൻ്റെ വഴികൾ അമ്മ പഠിപ്പിച്ചു തന്നു. അത് സ്വീകരിക്കാനുള്ള മാർഗങ്ങൾ അമ്മ മനസ്സിലാക്കി തന്നു. നമുക്കത് സ്വീകരിക്കാം, പ്രാർത്ഥിക്കാം. 21ാമത്തെ സന്ദേശം 1997 നവംബർ 21 മാതാവിൻ്റെ സമർപ്പണ തിരുനാൾ ദിനത്തിലാണ് തന്നത്. അമ്മ പറഞ്ഞു, മക്കളെ, ഞാൻ ഓരോ സന്ദേശം വായിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മക്കളേന്ന് അമ്മ വിളിക്കുന്നേ. അമ്മയ്ക്ക് നമ്മൾ മക്കളാണെന്നേ. അമ്മയ്ക്ക് നമ്മൾ ഒരുപാട് ഇഷ്ടമാണ്. ആ അമ്മയെ സ്നേഹിക്കാതിരിക്കാൻ നമുക്ക് പറ്റുമോ? മക്കളെ, പിതാവായ ദൈവത്തിൻ്റെ തിരുമനസ് പ്രകാരം കർത്തൃ ശുശ്രൂഷയ്ക്ക് പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ ദിനം നവംബർ 21. മാതാവിനെ കുഞ്ഞായിരിക്കുമ്പോൾ മാതാവിൻ്റെ മാതാപിതാക്കൾ ദേവാലയത്തിൽ സമർപ്പിച്ച ദിനമാണെന്ന് അമ്മ പറയാ. കുഞ്ഞായിരിക്കുമ്പോഴേ പിതാവായ ദൈവത്തിൻ്റെ തിരുമനസ് പ്രകാരം കർത്തൃ ശുശ്രൂഷയ്ക്ക് പരിപൂർണമായി സമർപ്പിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ ദിനം. ദേവാലയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശധാരയ്ക്ക് മുൻപിൽ സ്വയം തുറന്നുകൊടുത്ത ഞാൻ വലിയ സമുന്നത പദവിയിലേക്ക് ഒരുക്കപ്പെടുകയായിരുന്നു. ആ പിഞ്ചു കുഞ്ഞെന്ന് പറയുമ്പോൾ ഒരു 3 വയസ്സൊക്കെ പ്രായമുള്ളെന്നല്ലേ ചരിത്രം സാക്ഷിക്കുന്നത്. ദേവാലയത്തിൽ വിശുദ്ധ അന്നായും വിശുദ്ധ യോവാക്യമും കൊണ്ടു ചെന്നാക്കി. അമ്മ പറയാ, പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശധാരയ്ക്ക് മുൻപിൽ അമ്മ സ്വയം തുറന്നുകൊടുത്തു. ആ കുഞ്ഞ് ആ സമർപ്പണം വലിയ സമുന്നത പദവിയിലേക്ക് അമ്മയെ ഒരുക്കുകയായിരുന്നു എന്ന് അമ്മ പറയുന്നേ. എന്നിട്ട് ആ കുഞ്ഞ് ആ ദേവാലയ അന്തരീക്ഷത്തിൽ പ്രകാശധാരയാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ എങ്ങനെ വ്യാപരിച്ചു എന്ന് പറയുന്നു. വചനം ഗ്രഹിച്ച് വചനത്തിൽ വളർന്ന് ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് ശരീരം നിരന്തരമായ ഹോമയാഗത്തിൽ അർപ്പിക്കപ്പെട്ട ദിനമാണിന്ന്. അത് അങ്ങനെ അർപ്പിക്കപ്പെടാനായിട്ട് സമർപ്പിച്ച ദിനമാണിന്ന് എന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നത്. മകളെ, എൻ്റെ കർത്താവിൻ്റെ ആരാധനയ്ക്കായി ഞാൻ അർപ്പിക്കപ്പെട്ടു. അവിടുത്തെ മഹാമഹിമയിലേക്കായി മൗനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ അവിടുത്തെ സേവനത്തിന് അർപ്പണം ചെയ്ത് ആനന്ദത്തോടെ ഞാൻ ജീവിച്ചു. എന്തൊരു ലാളിത്യ, എന്തൊരു ദൈവസ്നേഹ! ഒരു 3 വയസ്സുകാരിക്ക് എങ്ങനെ ഇതൊക്കെ പറ്റിയത്? അന്ന് മുതൽ അമ്മ ഇങ്ങനെ ജീവിച്ചു എന്ന് അമ്മ പറയുന്നു. വചനം ഗ്രഹിച്ച് വചനത്തിൽ വളർന്ന് ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് ആത്മാവും ശരീരവും നിരന്തരമായ ഹോമയാഗത്താൽ അർപ്പിക്കപ്പെടാനാണ് പരിശുദ്ധ അമ്മയെ ഈശോ പിതാവായ ദൈവം ഒരുക്കിക്കൊണ്ടിരുന്നത് ദേവാലയ സമർപ്പണം വഴി. കർത്താവിനും നിങ്ങൾക്കുമുള്ള സത്താപരമായ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതിനായി മക്കളെ, സഹനത്തിൻ്റെ പാതയിലെ അമ്മയിലൂടെ ലഭിക്കുന്ന നിസ്സാരമായതുപോലും നിങ്ങൾ നിരസിക്കരുത്. ഇത് വായിച്ച് ധ്യാനിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഒരിക്കൽ മനസ്സിലാക്കി തന്നൊരു കാര്യം ഞാൻ
ഇവിടെ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പലപ്പോഴും നമ്മളൊക്കെ അമ്മമാരാണല്ലോ, നമുക്കൊരു കൊച്ചു കുഞ്ഞ് 3 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ശിശുത്വം വിട്ടുമാറിയിട്ടില്ല. നമുക്കറിയാം എത്രയും ഉണ്ടാകുന്നുള്ളത്. ആ കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുചെന്നാക്കിയിട്ട് വിശുദ്ധ അന്നായും വിശുദ്ധ യോവാക്യമൊക്കെ പോരുമ്പോൾ ആ കുഞ്ഞു പൈതലിൻ്റെ ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാകും. അപ്പൻ്റെ അമ്മയുടെയും സമർപ്പണമൊക്കെ സമർപ്പിച്ചെങ്കിലും മനസ്സിലൊരു നൊമ്പരം ഉണ്ടാവും. വർഷങ്ങൾ കാത്തിരുന്നിട്ട് കിട്ടിയതാ. അതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് ധ്യാനിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഒരു വേളയിൽ അമ്മ പറഞ്ഞു, കുഞ്ഞേ, നിനക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ പറയണം, നീ ആദ്യമായിട്ട് വ്രതവാഗ്ദാനം നടത്തിയത്, ദൈവവുമായിട്ടുള്ള ദൈവസന്നിധിയിൽ വ്രതം എടുത്തത്, വ്രതവാഗ്ദാനം നടത്തിയത് പരിശുദ്ധ അമ്മയാണെന്ന് അമ്മ പറയുക. ആദ്യമായിട്ട് വ്രതവാഗ്ദാനം നടത്തിയത് പരിശുദ്ധ അമ്മയാണ്. അതെപ്പോഴാണെന്നറിയോ? മംഗളവാർത്ത ലഭിച്ചപ്പോൾ. ആ മംഗളവാർത്ത ലഭിക്കുന്ന സമയം വരെയും ഈ കുഞ്ഞ് ആ മംഗളവാർത്തയുടെ ദിനത്തിന് വേണ്ടി ഒരുക്കപ്പെടുകയായിരുന്നു. ഹോമയാഗം എന്ന് പറഞ്ഞാൽ എന്താ? ഹോമയാഗത്തിനുള്ള കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ എന്താ? പഴയ നിയമത്തിൽ നമുക്കറിയാം, ഊനമറ്റ കുഞ്ഞാടായിരിക്കണം. ഒരു ചുളിവും ഇല്ലാത്തത്, ഒരു കറയില്ലാത്തത്, ഒരു കേടുപാടുകളും ഇല്ലാത്ത കുഞ്ഞാടിനെയാണ് ഹോമയാഗത്തിന് പെസഹായ്ക്ക് ബലിയർപ്പിക്കുന്നത്. ആ പെസഹ കുഞ്ഞാടിനെ പോലെ ഹോമയാഗത്തിന് വേണ്ടി ചുളിവുകളോ ചതവുകളോ മുറിവുകളോ എന്തെങ്കിലും ഒടിവുകളോ ഒന്നുമില്ലാത്ത ഊനമറ്റ ശക്തിയുള്ള നവീകരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ഒരു കുഞ്ഞാട്. അങ്ങനെ ഒരു കുഞ്ഞാടാക്കി തീർക്കാൻ പരിശുദ്ധ അമ്മയെ ഈ സമർപ്പണ ദിവസം മുതൽ പിതാവായ ദൈവം, ത്രിയേക ദൈവം ഒരുക്കുമായിരുന്നു. എന്തൊരു ഒരുക്കലായിരിക്കും അല്ലേ? 3 വയസ്സിലൊക്കെ സമർപ്പിച്ചിട്ട് ഒരു 16 വയസ്സ് ഒക്കെ ആകുമ്പോഴല്ലേ ഈ മംഗളവാർത്ത കിട്ടുന്നേ. അപ്പം അത്രയും വർഷത്തെ കൊച്ചു പ്രായത്തിലെ ബാല്യത്തിലെ ഒരുക്കം എങ്ങനെ ആയിരുന്നിരിക്കും? നമ്മളതൊന്ന് ചിന്തിക്കണം. വ്രതവാഗ്ദാനം നടത്താനായിട്ട് ഇന്ന് സന്യാസ സഭകളിലൊക്കെ ആദ്യത്തെ വ്രതവാഗ്ദാനം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വർഷം കഴിയുമ്പോൾ 6 വർഷം 4 വർഷമൊക്കെ കഴിയുമ്പോഴാണ് നിത്യവ്രതം നടത്തുന്നത്. ആദ്യ വ്രതത്തിന് 4 വർഷം ഒരുങ്ങുന്നു സന്യസ്തരെ സമർപ്പിത സിസ്റ്റേഴ്സ്. 4 വർഷം കഴിഞ്ഞ് നിത്യവ്രതത്തിന് 6 വർഷം ഒരുങ്ങുന്നു. അങ്ങനെ 10 വർഷം. പരിശുദ്ധ അമ്മയുടെ കണക്കിൽ അതൊരു 13 വർഷമൊക്കെ ഉണ്ടായിരിക്കാം. 13 വർഷം അമ്മ ഒരുങ്ങിയത് എങ്ങനെയാ? വചനം ഗ്രഹിച്ച് വചനത്തിൽ വളർന്ന് ദൈവ ശുശ്രൂഷയ്ക്കായി ശരീരം നിരന്തരമായി ഹോമിച്ചുകൊണ്ടിരുന്നു. എല്ലാ ഇച്ഛകളെയും, എല്ലാ ആന്തരിക ഇന്ദ്രിയങ്ങളെയും, എല്ലാ ഇന്ദ്രിയ ശക്തികളെയും, എല്ലാ ആഗ്രഹങ്ങളെയും, എല്ലാ അഭിലാഷങ്ങളെയും അമ്മ ഹോമിച്ചുകൊണ്ടിരുന്നു. ഹോമിച്ച് ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു പരിശുദ്ധ അമ്മ. മക്കളെ, ക്രിസ്തീയ പീഡനത്തിൻ്റെ ഭാഗമെന്നോണം എൻ്റെ വത്സല മക്കൾ അനുഭവിക്കുന്ന പീഡകൾ എത്രയാണ്! വൈദിക പട്ടം സ്വീകരിച്ച് മറുനാടുകളിൽ സേവനം ചെയ്യുന്ന മക്കളും സന്യസ്തരും നിഷ്കരുണം പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നു. അവരുടെ സഹനത്തിനും നിലവിളിക്കും നേരെ മനസ്സ് തുറക്കാൻ മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്ന സാത്താന് കഴിയുന്നില്ല. ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത്. ഇവിടെ മിഷൻ നാടുകളിലെ മിഷൻ ദേശങ്ങളിലൊക്കെ ഈശോയ്ക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുന്ന നമ്മൾ അറിയുന്നത് അറിയാത്തത് ഒത്തിരി ഉണ്ടെന്നേ. ഒരുപാട് തീവ്രവാദികളുടെയും ഗവൺമെൻറ്റുകളുടെയും അന്ധതയുടെ മൂടുപടം അണിഞ്ഞ് സന്യസ്തരെയോ വൈദികരെയോ ക്രിസ്ത്യാനികളെയോ കാണാൻ പറ്റാത്ത വിധം അന്ധകാരത്തിൽ കഴിയുന്നവരുടെ പീഡനങ്ങൾക്ക് ഇരകളാകുന്ന എത്രയോ സഹോദരന്മാർ സഹോദരിമാർ എൻ്റെയും നിങ്ങളുടെയും ഭവനങ്ങളിൽ നിന്ന് സുവിശേഷ വേലയ്ക്കായിട്ട് പോയിട്ടുണ്ട്. അവർ ഇറങ്ങിത്തിരിച്ചത് എനിക്കോ നിങ്ങൾക്കോ അവർക്കോ സമ്പത്ത് കൂട്ടാനല്ല, ദൈവത്തിൻ്റെ സമ്പത്ത് ആത്മാക്കളാണെന്നും ആത്മാക്കൾ രക്ഷപ്പെടുത്തേണ്ടത് രക്ഷിക്കേണ്ടത് അവരുടെ കടമയാണെന്നുള്ള ഉറപ്പിന്മേല അവർ ഇറങ്ങിത്തിരിച്ചപ്പോൾ അവർക്കൊരു ചിന്തയുണ്ടായിരുന്നു, ഞാനും നിങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. അതാണ് അവരുടെ ശക്തി. വിശുദ്ധ കുർബാനയിൽ മിഷൻ ദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ദൈവത്തെ സേവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വചനം കൊടുക്കുമ്പോൾ വചനത്തിൻ്റെ വാള് ആ മക്കളിൽ, അവിടെയുള്ള ദേശവാസികളിൽ നിറഞ്ഞിട്ട് അന്ധതയും അന്ധകാരവും നീക്കിയിട്ട് അന്ധവിശ്വാസത്തിൽ നിന്നും അവരുദ്ദേശിക്കുന്ന മൗലിക സത്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ദൈവിക സത്തയെ മുറുകി പിടിച്ച്
ദൈവവചനത്തിലേക്ക്, യേശുവിലേക്ക് കടന്നു വരുവാനുള്ള വിളി സ്വീകരിക്കാൻ, ദാഹത്തോടെ വരാൻ, ദാഹം തീർക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാൻ. നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള കർത്താവിൻ്റെ അരികിലേക്ക്, സമാശ്വാസം നൽകാമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ അരികിലേക്ക് അന്ധവിശ്വാസങ്ങളെ വിട്ട് ഓടി വരാനായിട്ട് ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും സാധിക്കേണ്ടതിനും, ഈ ലോകത്തിൻ്റെ എല്ലാ അതിർത്തികളിലും സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടതിനും, സുവിശേഷ പ്രഘോഷണത്തിനായി അനേകം മക്കൾ സജ്ജരാക്കപ്പെടേണ്ടതിനും, കൂടുതൽ നല്ല ദൈവവിളികൾ ഉണ്ടാകുന്നതിന് ജീസസ് യൂത്ത് പോലുള്ള മിഷണറിമാര് നല്ല മിഷണറിമാരായിട്ട് വിശുദ്ധിയോടെ ജീവിക്കേണ്ടതിന് എല്ലാം നമുക്ക് പ്രാർത്ഥിക്കണം. പ്രോ ലൈഫ് മൂവ്മെന്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് വിശുദ്ധാത്മാക്കള്, വിശുദ്ധരായ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുവഴി ദൈവത്തിൻ്റെ തിരുഹിതം ലോകത്ത് പൂർത്തീകരിക്കപ്പെടണം. പരിശുദ്ധ അമ്മയ്ക്കും അതാണ് ആഗ്രഹമുള്ളത്. സഹനത്തിനും നിലവിളിക്കുന്നേരെ മനസ്സ് തുറക്കാൻ, മനുഷ്യന്റെ മനസ്സ് തുറക്കാൻ സാത്താൻ അവരിലൂടെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് സാധിക്കുന്നില്ല. അധികാരികളെ നമുക്ക് ഈ ലോകത്തിൻ്റെ അധികാരി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പലതരത്തിലും അധികാര സ്ഥാനത്തിരിക്കുന്നവരെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. എന്നെ ശ്രവിക്കുന്ന ഈശോയുടെ മക്കളെ, ഈ നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണയനുസരിച്ച് ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം. ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് എല്ലാ വൈദികർക്ക് വേണ്ടിയും, എല്ലാ സിസ്റ്റേഴ്സിന് വേണ്ടിയും, എല്ലാ ആത്മായ ശുശ്രൂഷകർക്ക് വേണ്ടിയും, മിഷൻ ദേശങ്ങളിൽ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ ചെയ്യുന്ന സേവനങ്ങൾക്ക് കരുത്തു പകരുന്നതിന് വേണ്ടിയും, വിശുദ്ധി കൈവിടാതെ വിശുദ്ധിയോടെ വിശുദ്ധ വചനത്തെ പ്രഘോഷിക്കുന്നതിന് വേണ്ടിയും, ജീവിക്കുന്ന വചന സാക്ഷികളാകുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി ദൈവമേ. വചന കോട്ട കെട്ടിയിട്ട് അവരുടെ ജീവിതങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണമേ ഈശോയെ. ഒരു ക്രിസ്ത്യാനിക്ക് നേരെ ഒരു വാളും ഉയരാതിരിക്കാനായിട്ട്, ഒരു തോക്കിലും ക്രിസ്ത്യാനിക്ക് നേരെയുള്ള വെടിയുണ്ടകൾ ശേഖരിക്കപ്പെടാതിരിക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനാദികാലം മുതലേ അങ്ങയുടെ മക്കളെ പരിപാലിക്കുന്ന അവിടുത്തെ പരിപാലനയ്ക്ക് നന്ദി പറയുന്നു, സ്നേഹത്തിന് നന്ദി പറയുന്നു. തോക്കിൻ്റെ മുൻപിൽ ചങ്കും വിരിച്ചുകൊണ്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ള രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് വളർന്ന സഭയിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, അങ്ങയുടെ വചനത്തെ മുറുകെ പിടിക്കാൻ കഴിയാതെ പരിക്ഷീണിതരായി കഴിയുന്ന മിഷണറിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെയും ദിവ്യകൂദാശകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ജപമാലയിലൂടെയും മക്കൾ ഉണരട്ടെ, ഉയരട്ടെ, ഉയരട്ടെ, ഉണരട്ടെ, യേശുവിലേക്ക് ഉയരട്ടെ, യേശുവിൻ്റെ ശക്തിയിലേക്ക് ഉയരട്ടെ, യേശുവിൽ നിന്ന് ശക്തി സ്വീകരിക്കട്ടെ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് കൃപകൾ സ്വീകരിക്കട്ടെ. പരിശുദ്ധ മാതാവ് തിരുകച്ചുകൊണ്ട് അവരെ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അമ്മയുടെ തിരുകച്ചയിൽ പൊതിയണമേ, യേശുവിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമേ. ആമേൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. കർത്താവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതാ ദിവികാരുണ്യ യേശു നമ്മുടെ മധ്യത്തിലേക്ക് വരുന്നു. നമ്മളെ അനുഗ്രഹിക്കാൻ, നമ്മളെ ശക്തിപ്പെടുത്താൻ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ ഈശോ അൾത്താരയിൽ എഴുന്നള്ളി വരികയാണ്. നമുക്ക് ആരാധനാ ഗീതം ആലപിച്ച് നമുക്കൊരുമിച്ച് പാടി പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ ശിരസ്സുകളെ നമിച്ച് ആരാധനയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളുടെ സമയമാണിത്. ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ദൈവശക്തി വെളിപ്പെടുന്ന സമയമാണിത്. ഇതാ നമ്മുടെ മധ്യേ ദിവികാരുണ്യ യേശു കടന്നു വന്നിരിക്കുന്ന ഈ നിമിഷം. സ്വർഗം നമ്മുടെ മധ്യേ വന്നിരിക്കുന്ന സമയം. മാലാഖമാരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് ആരാധിച്ച് പാടി പ്രാർത്ഥിക്കാം. ആരാധന ആരാധന ചേർന്ന് പാടി ആരാധന ആരാധന എല്ലാ ദൈവമക്കളും ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന കരമടിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന
പാടിക്കേ, ചേർന്ന് പാടിക്കേ. പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രദോഷത്തിലും പരിശുദ്ധാത്മാവേ. പിതാവിന് ആരാധന 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 സ്തുതി ആരാധന ആരാധന എല്ലാവരും ചേർന്ന്. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ഹൃദയം തുറന്ന് ആരാധിക്കുക. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. ഓ നിത്യപിതാവിന് ആരാധന. ആരാധന ആരാധന കരങ്ങളടിച്ച് ശക്തിയോടെ യേശുവേ യേശുവേ ആരാധന ആരാധന അതരം തുറന്ന് പാടിക്കേ ദൈവമക്കളെ, ശക്തിയോടെ പാടിക്കേ. ആരാധന അഭിഷേകം ഉയരട്ടെ. സ്വയേ സ്വയേ യേശുവേ യേശുവേ ഹല്ലേലൂയ. കൈകൾ ഉയർത്തി അടിച്ച് ആരാധന ആരാധന. യേശുവേ യേശുവേ ജീവിക്കുന്ന ദൈവമേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ വീശി മാലാഖമാരോട് ചേർന്ന് വിശുദ്ധരോട് കൂടെ സ്വർഗവാസികളോട് ചേർന്ന് ആരാധിക്കുന്നു. സ്വർഗം തുറക്കപ്പെടുന്നു. ദൈവശക്തി ഇടിമിന്ന പോലെ ദൈവമക്കളുടെ മേൽ വ്യാപരിക്കുന്നു. ആരാധന 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 ആരാധന. കരങ്ങൾ ഉയർത്തി ചങ്കുപൊട്ടി വിളിക്കുന്നു യേശുവേ. ഹല 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 ഹല. ഓ കർത്താവേ, നിലവിളി കേൾക്കണമേ, കണ്ണുനീര് കാണണമേ. ദൈവമക്കളുടെ നിലവിളി കേൾക്കണമേ, കണ്ണുനീര് കാണണമേ. ഓ സ്വർഗത്തിൽ നന്ദി ഇറക്കണമേ, ശക്തി അയക്കണമേ. ഹല 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 ഹല. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ സ്തോത്രം. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സന്തോഷ് ബ്രദർ സൂചിപ്പിച്ച ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. നമ്മുടെ പരിത്യാഗത്തിൻ്റെയോ നമ്മുടെ പ്രാർത്ഥനയുടെയോ നമ്മുടെ സുഹൃത്തത്തിൻ്റെയോ വില കൊണ്ടല്ല ദൈവം ലോകത്തെ അനുഗ്രഹിക്കുന്നത്, മറിച്ച് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതകളോട് ചേർത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് എന്ന കാര്യം ഓർക്ക്. അതുകൊണ്ട് നിരാശപ്പെടരുത്, സാത്താൻ ഇട്ടിരിക്കുന്ന തന്ത്രത്തിൽ കുടുങ്ങിക്കിടക്കരുത്. പ്രിയപ്പെട്ടവരെ, ഒരു പാത്രം വെള്ളം എൻ്റെ നാമത്തിൽ കുടിക്കാൻ കൊടുക്കുന്നവന് പ്രതിഫലമുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിത്യാഗത്തോടെ പ്രാർത്ഥിച്ചാൽ പ്രതിഫലമില്ലേ സഹോദരങ്ങളെ? ഇന്ന് രാത്രി ഈ ഓർമ്മയിൽ പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ വിശിഷ്ടമായ ഒരു പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഫാത്തിമയിൽ മാലാഖ പഠിപ്പിച്ച മാപ്പപേക്ഷ പ്രാർത്ഥനയാണത്. സാധിക്കുന്നവർ ഒന്ന് മുട്ടുകുത്തി നിൽക്കാം. മുട്ടുകുത്താൻ പറ്റാത്തവർ നിന്നുകൊണ്ട് കണ്ണുകൾ തുറന്ന് സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഈ പ്രാർത്ഥന സ്ക്രീനിൽ തെളിയും. ഏറ്റുപറഞ്ഞ് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, ലോകത്തിന് വേണ്ടി, ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി. ഒരു മനുഷ്യൻ്റെ വേദന കാണുമ്പോൾ ഉരുക്കു മനുഷ്യനെ പോലെ ഇരിക്കുന്നതല്ല ക്രിസ്ത്യാനിയും അല്ല. പ്രിയപ്പെട്ടവരെ, അവൻ്റെ വേദനയിൽ പങ്കുചേർന്ന് കണ്ണീരൊഴുക്കുന്നവനാണവൻ. അതുകൊണ്ടാണ് മാലാഖ ഈ പ്രാർത്ഥന നടത്തിയത്, നമ്മളെ പഠിപ്പിച്ചത്. നമുക്ക് ഒരുമിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഒരിക്കൽ കൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് ഇങ്ങോട്ടുള്ള യാത്രയിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകനും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഈശോയെ, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയോട് പ്രാർത്ഥിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയെ നിന്ദിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ അർത്ഥവത്തായൊരു പ്രാർത്ഥനയാണ് ഇത്. സ്വർഗം നമ്മളെ പഠിപ്പിച്ചത് എന്തിനെന്നറിയാമോ? വഴിതെറ്റിപ്പോകുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് മാപ്പ് ചോദിച്ച് കണ്ണീരൊരുക്കി പ്രാർത്ഥിച്ച് ഈ ലോകത്തെ നേടാനാ. പ്രിയപ്പെട്ടവരെ,
ചുമ്മാ ഇത് പറഞ്ഞ് സമയം കളയരുത്. സ്വർഗം ഒരു കാര്യം വെളിപ്പെടുത്തിയാൽ അത് തന്റെ മക്കൾ അനുവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരിക്കൽ കൂടെ അർത്ഥം മനസ്സിലാക്കി സ്വർഗത്തിന്റെ ആ കണ്ണുനീരോട് ചേർന്ന്, സ്വർഗത്തിന്റെ ആ വേദനയോട് ചേർന്ന് ഇതാ അൾത്താരിയിരിക്കുന്ന നമ്മുടെ കർത്താവ് ചങ്കുപൊട്ടി കരയാണ്. അവന്റെ ആത്മാക്കൾ നശിക്കുമ്പോൾ, ഒരാത്മാവ് നശിക്കുമ്പോൾ ദൈവത്തിന്റെ വേദന. അതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ മാതാവിലൂടെ, വിശുദ്ധരിലൂടെ, അല്ലെങ്കിൽ മറ്റ് പല വചന പ്രഘോഷകരിലൂടെ, നമ്മുടെ വൈദികരിലൂടെ, സഭാപിതാക്കന്മാരിലൂടെ ദൈവം സംസാരിച്ച് ഓരോ പ്രാർത്ഥനകൾ കാലാന്തരത്തിൽ തരുന്നത് മറക്കരുത്. പ്രിയപ്പെട്ടവരെ, കണ്ണീരോടെ പ്രാർത്ഥിക്കണം. അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കുകയാണ്. ഒരിക്കൽ കൂടെ വളരെ എളിമയോടെ മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിക്കാൻ പറ്റുമെങ്കിൽ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പപേക്ഷിച്ച്, എത്രയോ പേര് ദൈവത്തെ നിന്ദിക്കുന്നു, എത്രയോ പേര് ഉപേക്ഷിക്കുന്നു, എത്രയോ പേര് ദൈവത്തോട് മറുതലിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, തിരുസഭയെ ഉപേക്ഷിക്കുന്നു, വചനത്തെ നിന്ദിക്കുന്നു, ത്രിത്വത്തെ നിന്ദിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള സമയങ്ങളിൽ കണ്ണുനീരോടെ, വിലാപത്തോടെ, യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിലെ യോഗ്യതയോടെ ചേർത്ത് നെടുവീർപ്പും വിലാപം ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കഴിവല്ല, നമ്മുടെ യോഗ്യതയല്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ, കുരിശുമരണത്തിന്റെ, ഉത്ഥാനത്തിന്റെ മഹനീയ മഹത്വപൂർണമായ യോഗ്യതകളോട് ചേരുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്, നിന്റെ ത്യാഗത്തിന് ഉത്തരവുണ്ട്, നിന്റെ കഷ്ടതയ്ക്ക് ഉത്തരവുണ്ട്. അല്ലെങ്കിൽ പിന്നെ അൽഫോൻസാമ സഹിച്ചതിന് എന്താ പ്രതിഫലം? ഫ്രാൻസിസ് അസീസി സഹിച്ചതിന് എന്താ പ്രതിഫലം? അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചതിന് എന്താ പ്രതിഫലം? ലോകത്ത് എങ്ങനെ പിന്നെ മാനസാന്തരം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാണ്. ഈ രാത്രി സാത്താന്റെ തലതകരുന്ന രാത്രിയാണ്. ഈ രാത്രി പിശാച് മുട്ടുമടക്കുന്ന രാത്രിയാണ്. യേശു നമ്മുടെ മധ്യേ ഉണ്ട്. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് തെറ്റായ ബോധ്യങ്ങൾ, തെറ്റായ ചിന്താധാരകൾ, സുഖലോലുപതയുടെ ആത്മാവ് നമ്മൾ വിട്ടുപോകാൻ വേണ്ടി ഒരു ഡെലിവറൻസ് പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. റോമ 16:20 സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ കാൽക്കീഴാക്കി തകർത്തു കളയും. ഏത് പിശാച് പ്രാർത്ഥനയിൽ നിന്നും, പരിത്യാഗത്തിൽ നിന്നും, സഭയോടുള്ള പ്രബോധനങ്ങളിൽ നിന്നും നമ്മളെ അകറ്റുന്ന തെറ്റായ പ്രബോധനങ്ങളെ ഈ ദുഷ്ടാരൂപി ഇപ്പൊ തകരും. കരങ്ങൾ ഉയർത്തി, കണ്ണുകളടച്ച്, രണ്ട് കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി, അപ്പന്റെ മുഖത്തേക്ക് നോക്കി, യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ചങ്കുപൊട്ടി വിളിക്കട്ടെ. യേശുവേ, ശക്തമായ അഭിഷേകം വ്യാപരിക്കുന്നു, ശക്തമായ കൃപ വ്യാപരിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ അപ്പാ. സ്വർഗത്തിലെ പിതാവേ, സ്വർഗത്തിലെ പിതാവേ, അഗ്നി അയക്കണമേ, ശക്തി അയക്കണമേ. ബന്ധനങ്ങൾ അഴിയട്ടെ, തെറ്റായ ബോധ്യങ്ങൾ തകരട്ടെ. യേശു ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, അനേകരെ യേശു സ്പർശിക്കുന്നു, അനേകരെ ദൈവം സ്പർശിക്കുന്നു. മങ്ങിപ്പോയ പ്രാർത്ഥന, പരിത്യാഗ അനുഭവങ്ങൾ അനേകർക്ക് തിരിച്ചു ലഭിക്കുന്നു. തകരട്ടെ യേശു നാമത്തിൽ, പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. കരങ്ങളടിച്ച് യേശുനാമത്തിൽ ബന്ധനങ്ങൾ പൊട്ടട്ടെ. ഈ വരങ്ങൾ ഓരോരുത്തരും, ഈ കൃപ, കണ്ണുനീരിന്റെ വരം, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള വരം ഇനി ഓരോരുത്തരും മേൽ ആവശ്യമില്ല. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് തുടർന്ന് എസെക്കിയേൽ 9:4 മുതലുള്ള വാക്യങ്ങൾ. ദേശത്ത് നടമാടുന്ന മ്ലേച്ഛതകളോർത്ത് കരയുകയും നെടുവീർപ്പ്
ഭയപ്പെടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ ഒരടയാളം നീ വെക്കുക. പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ സഹോദരങ്ങളെ, ഒരു പാപിക്ക് വേണ്ടി കരയാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ നീ കരയുന്ന നിന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീര് കർത്താവ് കാണാതെ പോവില്ല, അതിനുത്തരം തരാതെ പോവില്ല. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സാധിക്കുന്ന എല്ലാവരും കണ്ണുകൾ അടച്ച് മുട്ടുമേൽ നിന്ന് പറ്റുമെങ്കിൽ കരങ്ങൾ പരിത്യാഗത്തോട് ഉയർത്തിപ്പിടിച്ച് ആ വേദനകൾ, മുട്ടുകുത്തുമ്പോഴുള്ള വേദന, കൈ ഉയർത്തിപ്പിടിക്കുമ്പോഴുള്ള വേദന, അത് യേശുവിൻ്റെ കുരിശിലെ വേദനയോട് ചേർത്ത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പിതാവിന് കാഴ്ചവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അനേകം ആത്മാക്കൾ നശിക്കുകയാണ്. ഈ രാത്രി നാളത്തേക്ക് വേണ്ടി കാപട്യം മെനയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ഏറ്റുപറയാൻ പറ്റാതെ മാളത്തിനൊടിക്കുന്ന ഭീരുക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ മനുഷ്യരല്ലേ പ്രിയപ്പെട്ടവരെ? അവർ ദൈവത്തിന്റെ ദാസനല്ലേ പ്രിയപ്പെട്ടവരെ? എന്നാൽ സാത്താൻ അവരെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. പിശാച് അവരെ അവന്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ആ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് അവനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ നമ്മുടെ കർത്താവിന്റെ കരുണ ആ പാപിയുടെ മേൽ ഒഴുകാൻ എന്റെയും നിങ്ങളെയും നീതിമാന്മാരായ ഓരോ മനുഷ്യന്റെയും പ്രാർത്ഥനയ്ക്ക് നേരെ കർത്താവ് കാതോർത്തിരിക്കുകയാണ്. ഒരു നീതിമാന്റെ പരിത്യാഗം, ഒരു നീതിമാന്റെ പ്രാർത്ഥന, അത് ദൈവത്തെ എന്തുമാത്രം സന്തോഷിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി പ്രിയപ്പെട്ട അപ്പച്ച, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ കണ്ണീരിന്, നിന്റെ പരിത്യാഗത്തിന്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമായി ലോകത്തെവിടെയെങ്കിലും ഒരു പാപി മാനസാന്തരപ്പെടുന്നത് കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ, ലോകം, ജെറൂസലേമിന്റെ മതിലുകൾ പാപത്തിന്റെ പ്രകമ്പനത്താൽ തകരുകയാണ്. ആരുണ്ട് കരയാൻ? ആരുണ്ട് നേടാൻ? അവർക്ക് വേണ്ടി വാദിക്കാൻ? കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയോ വിരിച്ചു പിടിക്കുകയോ ചെയ്തുകൊണ്ട് ഈരടി പാടുമ്പോൾ നിന്റെ അയൽപക്കത്തുള്ള, നിന്റെ സഭയിലുള്ള, നിന്റെ ദേശത്തുള്ള ഒരു പാപിയുടെ മുഖം മനസ്സിലോർത്ത് ആ ഈരടിയോട് ചേർന്ന് അങ്ങ് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, അത്ഭുതം നാളെ നീ കാണും. കർത്താവേ, പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കർത്താവേ, നീരൊഴുക്കാതെ കരയാതെ പരിത്യാഗമെടുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? കർത്താവേ, സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പേരുവഴിയിൽ പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ, ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ച് കർത്താവേ, എന്റെ കർത്താവേ, ലോകം നശിക്കുകയാണ്. കർത്താവേ, ഓരോ ജീവിതങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ഈശോയെ അനുഗ്രഹിക്കണമേ, സ്പർശിക്കണമേ കർത്താവേ. ലോകത്തിൽ ഓരോ പാപികളെ സ്പർശിക്കണമേ കർത്താവേ. ഓരോ വേദനിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. വലിയ മാനസാന്തരം പൊന്നപ്പിക്കട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവേ, ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ആത്മാവേ, തളർന്ന കൈകളും കാൽമുട്ടുകളും ബലം പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തി തന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ നിർബന്ധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഉയർത്തി തന്നെ പിടിച്ച് മുട്ടുമേൽ തന്നെ നിന്നുകൊണ്ട് ഈ ഒരു ശുശ്രൂഷ വരും ദിവസങ്ങളിൽ നമ്മുടെ കുടുംബത്തിലെത്തുമ്പോൾ അനേകായിരങ്ങൾ അത് കാണാൻ, അനേകായിരം ഹൃദയങ്ങളെ കർത്താവ് തുറക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒന്നല്ല, 10,000 ലക്ഷങ്ങളല്ല, കോടികൾ ഈ ശുശ്രൂഷയിൽ കണ്ട് യേശുവിന്റെ രാജ്യത്തിന് വേണ്ടി കണ്ണീരെ പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് ഉയരട്ടെ. അതിന് കാരണമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷെക്കൈന മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ന്യൂസ് ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ, ഇതിന് നേതൃത്വം നൽകുന്നവര്, ബഹുമാനപ്പെട്ട സന്തോഷ് ബ്രദർ, ബഹുമാനപ്പെട്ട വൈദികര്, ടീം അംഗങ്ങള്, ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നാളെ 20ാമത്തെ ദിവസത്തിലേക്ക് ഇത് കടക്കുമ്പോൾ
ഇന്ന് കണ്ടതിൻ്റെ ഇരട്ടി ആളുകൾ ഇത് കാണാൻ പാകത്തിന് നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, ദൈവം ഓരോരുത്തരെയും മനസ്സിനെ ഉണർത്തും. ഒന്നും പ്രതാപിലാവില്ല. ഒരു കാര്യം ഓർക്കുക, നീ അർപ്പിച്ച ഒരു പ്രാർത്ഥനയും കാലഹരണപ്പെട്ടു പോവില്ല. ഇന്നല്ലെങ്കിൽ നാളെ അതിന് പ്രത്യുപകാരമുണ്ട്, പ്രതിഫലമുണ്ട്, ഫലമുണ്ട്. ദൈവമേ, ഈ മിനിസ്ട്രിയെ ഉയർത്തണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. ഇതുവഴി ലോകത്തിൽ അനേകം പാപികൾ മാനസാന്തരത്തിലേക്ക് വരാൻ ഇടവരുത്തണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി ഈ മിനിസ്ട്രിയെ സമർപ്പിച്ച് ഈ ഒരു പ്രാർത്ഥനയാ ലോകത്തെ സ്പർശിക്കുന്ന ശുശ്രൂഷ സ്പർശിച്ച് ഇതുവഴി അനേക ആത്മാക്കൾ ഉണർന്ന് പ്രാർത്ഥിക്കാൻ, അങ്ങനെ സഭ വളരാൻ, പാപികൾ മാനസാന്തരപ്പെടാൻ, ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കരങ്ങൾ ഉയർത്തി ശക്തമാണെന്ന് സ്തുതിച്ച പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പോരാ, ഉച്ചത്തിൽ സ്തുതിക്കട്ടെ, ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആരാധന, 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 ആരാധന. സഭ ഉണരട്ടെ, വൈദ്യർ ഉണരട്ടെ, സിസ്റ്റേഴ്സ് ഉണരട്ടെ, അൽമാർ ഉണരട്ടെ. യേശുവേ, ആരാധന, 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 ആരാധന. ലോകം ഉണരട്ടെ. ഓ ഷെക്കീന മിനിസ്ട്രി ഉണരട്ടെ. പരിശുദ്ധാത്മാവേ, ആരാധന, 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 ആരാധന. ഓരോ ശുശ്രൂഷ അഭിഷേകം പ്രാപിക്കട്ടെ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഒരു കാര്യം ഓർക്കുക. വരും കാലങ്ങളിൽ ദുരിതപൂർണമായ നാളുകൾ സംജാതമാകുമ്പോൾ ഒരുപക്ഷെ നമുക്കൊരു പാപിയെ സ്പർശിക്കാൻ അവൻ്റെ വീട്ടിൽ പോയി അവനോട് സുവിശേഷം പറയാൻ പറ്റിയില്ലെങ്കിലും, ഒരു കൺവെൻഷൻ നടത്താൻ പറ്റിയില്ലെങ്കിലും, ഒരു ധ്യാനം നടത്താൻ പറ്റിയില്ലെങ്കിലും, ദൈവം ഏൽപ്പിച്ച ഈ ആയുധം നമ്മുടെ വീട്ടിൽ മുട്ടുമടക്കി നമുക്ക് നടത്താൻ പറ്റും. അതുവഴി ആ വ്യക്തിയെ കർത്താവ് തൻ്റെ സ്വന്തമാക്കി മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോൾ കരങ്ങൾ ഉയർത്തി ആ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, ആർക്കും എവിടെയിരുന്നും ഏത് സമയത്തും നിർവഹിക്കാൻ പറ്റുന്ന ഈ ശക്തമായ സുവിശേഷ ശുശ്രൂഷയാണ് ഈ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുവഴി ലോകത്തിൽ മ്ലേച്ഛതയിൽ, പാപത്തിൽ, അശുദ്ധിയിൽ മുഴുകി കഴിയുന്ന ആത്മാവിനെ ദൈവരാജ്യത്തിന് വേണ്ടി നേടാൻ നമുക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ച് കരങ്ങൾ ഉയർത്തി വരും കാലങ്ങളിൽ സഭാമക്കൾക്ക് മുഴുവനും ഈ ഒരു അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കാൻ, അനേകാത്മാക്കളെ നേടാൻ ദൈവം ഒരുക്കിയ ഈ ഒരു അവസരത്തിനായി നന്ദി പറഞ്ഞ് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, ആരാധന. യേശുവേ, കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ഈശോയിലേക്ക് നോക്കി ഈ ആരാധനയുടെ അവസാന നിമിഷങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ആശീർവാദത്തിന് തൊട്ട് മുൻപ് നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് വയ്ക്കുക. ഒപ്പം ലോകത്തെ മുഴുവൻ, തിരുസഭയെ മുഴുവൻ, നമ്മുടെ മിനിസ്ട്രിയെ, ഷെക്കേന മിനിസ്ട്രിയെ മുഴുവൻ ചേർത്ത് വയ്ക്കുക. പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് എല്ലാ പാപികളും കർത്താവിന് സമർപ്പിച്ച് ശക്തമായ ആശീർവാദം ലോകത്തിലേക്ക് മുഴുവൻ വ്യാപരിക്കുകയാണ്. ഓരോ പാപിയുടെ മേൽ വ്യാപരിക്കുകയാണ്. ഓരോ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും വ്യാപരിക്കുകയാണ്. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവവും എടുത്തുകൊള്ളുക. പാടിക്കേ പ്രിയപ്പെട്ടവരെ, ആത്മാക്കളെ തരിക. വലിയ ബോധ്യങ്ങൾ ജനിക്കട്ടെ, വലിയ അഭിഷേകം എടുത്തുകൊള്ളുക.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.